Good evening. I am Akshaya. My All India rank was 2627 in the year 2020. And now I am a third year student in AIMS Nagpur. Today, നമ്മൾ പാർട്ട് 2 ഓഫ് പ്ലാൻ കിങ്ഡം ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു NCERT ആൻഡ് വി ഡിസ്കസ്ഡ്. നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എത്ര ടൈപ്പാണ്, ആരാ കൊണ്ടുവന്നത് ഒക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് വി സ്റ്റാർട്ടഡ് വിത്ത് ആൽഗെ. ആൽഗയുടെ ഒരു സമ്മറി കണ്ടു ആൻഡ് കുറച്ച് ജനറൽ പോയിന്റ്സ് വന്നു. ആൻഡ് ആൽഗെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസസ് ഓഫ് ആൽഗെ കണ്ടു. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ, അങ്ങനെ ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പഠിച്ചു. ആൻഡ് പിന്നെ നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റ്സ് കണ്ടു. നെക്സ്റ്റ് ഗ്രൂപ്പായ ബ്രയോഫൈറ്റ്സ് കണ്ടു. എന്നിട്ട് നമ്മള് പിന്നെന്ത് കണ്ടു, ടെറിഡോഫൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ബ്രയോഫൈറ്റ്സ് നമ്മൾ ലിവർ വേർഡ്സ് എന്താണെന്നും മോസസ് എന്താണെന്നും അതിന്റെ ഡിഫറൻസസും പ്രത്യേകതയും കണ്ടു. ആൻഡ് നമ്മൾ ഇന്ന് ടെറിഡോഫൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മൾ NCERT ജസ്റ്റ് ഒന്ന് വായിക്കും, എന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സിനും ഞാൻ NCERT വായിച്ചതിന് ശേഷം പറയും. ടെറിഡോഫൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്താ NCERT പറഞ്ഞിരിക്കുന്നത്. എന്താ ടെറിഡോഫൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാ, ഹോസ് ടെയിൽസും ഫേൺസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. ഇനി അവന്റെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ യൂസസ്? മെഡിസിനൽ പർപ്പസിനും സോയിൽ ബൈൻഡേഴ്സ് ആയിട്ടും ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവർ ഫ്രീക്വന്റ്ലി എന്തായിട്ട് കാണാം, ഓർണമെന്റൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നു. ഇനി എവല്യൂഷണറി, they are the first terrestrial plants to possess vascular tissue consisting of xylem and phloem. അപ്പോ ഫസ്റ്റ് ടെറസ്ട്രിയൽ വാസ്കുലർ പ്ലാന്റ്സ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടെറിഡോഫൈറ്റ്സ് ആണ് ഫസ്റ്റ് ടെറസ്ട്രിയൽ കാണപ്പെട്ട വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയണം. ഇനി അവരെവിടെയാ കാണപ്പെടുന്നത്? പൂൾ, ഡാം, ഷീഡി പ്ലേസസിലാണ് കാണുന്നത്. ഇനി സാൻഡി സോയിൽ കണ്ടീഷൻസിലും അവർ ഫ്ലറിഷ് ചെയ്യും. ആൻഡ് ബ്രയോഫൈറ്റിൽ നമ്മൾ കണ്ടിരുന്നു ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിരുന്നു. ആൽഗയിലും ബ്രയോഫൈറ്റ്സിലും ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിരുന്നു. പക്ഷെ എവല്യൂഷൻ അനുസരിച്ച് അടുത്ത ഗ്രൂപ്പ്, അതായത് ടെറിഡോഫൈറ്റ്സ് വന്നപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡീനെ നമ്മൾ എന്ത് വിളിച്ചു? സ്പോറോഫൈറ്റ് എന്ന് വിളിച്ചു. ആൻഡ് ബ്രയോഫൈറ്റ്, നമ്മൾ ലാസ്റ്റ് കണ്ട ഗ്രൂപ്പായ ബ്രയോഫൈറ്റിൽ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ഡിഫറൻസിയേഷനോടുകൂടി നമുക്ക് കിട്ടി ട്രൂ റൂട്ട്സ്, ട്രൂ സ്റ്റെം, ട്രൂ ലീവ്സ്. അതിന്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പിന്നെ നോക്കും. അപ്പോ ടെറിഡോഫൈറ്റ്സിലെ മെയിൻ പ്ലാന്റ് ബോഡി ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം സ്പോറോഫൈറ്റ് ആണെന്ന് പറയണം. ആൻഡ് വെൽ ഡിഫറൻഷിയേറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കണം. ഇനി ദീസ് ഓർഗൻസ് പോസസ് വെൽ ഡിഫറൻഷിയേറ്റഡ് വാസ്കുലർ ടിഷ്യൂ, അതുകൊണ്ടാണ് ഫസ്റ്റ് ടെറസ്ട്രിയൽ വാസ്കുലർ പ്ലാന്റ്സ് വരെ വിളിച്ചത്. ഇനി അവരുടെ ലീവ്സിന്റെ പ്രത്യേകത ടെറിഡോഫൈറ്റ്സില് ലീവ്സിന് എങ്ങനെയാന്ന് വെച്ചാല് ലീവ്സ് ആർ സ്മോൾ ലീഫ് ഉള്ളതിനെ മൈക്രോഫിൽസ് എന്ന് വിളിക്കും. ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫിന് മെയിൻലി പറയുന്നത്, മൈക്രോ എന്ന് വെച്ചാൽ ചെറുത്. എക്സാമ്പിൾ എന്താ? മൈക്രോഫിലിക് ടെറിഡോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്താ? സെലാജിനെല്ല. ആൻഡ് ലാർജിന്റെ വേറെ പേര് മാക്രോഫിലിക്സ്. ലാർജ് മാക്രോഫിലിക് ടെറിഡോഫൈറ്റ്സ് ഏതാന്ന് വെച്ചാൽ എന്ത് പറയണം? ഫേൺസ്. അപ്പൊ നമ്മള് മൈക്രോഫിൽസിനെയും കണ്ടു, മാക്രോഫിൽസിനെയും കണ്ടു. അതാണ് അതിന്റെ ലീവ്സിന്റെ പ്രത്യേകത. ഇനി സ്പോറോഫൈറ്റ്സ്, നമ്മൾ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണെന്ന് കണ്ടു. മെയിൻ പ്ലാന്റ് ബോഡി ആയ സ്പോറോഫൈറ്റ് സ്പൊറാൻജിയ ബെയറിംഗ് ആണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പൊറാൻജിയ എന്ന് വെച്ചാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. എന്ന് വെച്ചാല് ഇതാണിപ്പോ മെയിൻ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ സ്പോറോഫൈറ്റിന്റെ ഒരു പാർട്ട് എങ്കിൽ ഇതിന്റെ ഈ ഡോർസൽ സൈഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്പൊറാൻജിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇനി ഈ സ്പൊറാൻജിയം, ഇതിനെ നമ്മൾ സ്പൊറാൻജിയം എന്ന് വിളിച്ചു. ഇനി ഈ സ്പൊറാൻജിയം എന്താ? ഈ സ്പൊറാൻജിയത്തിന്റെ ഒരു ബിഗർ സെക്ഷൻ എടുത്ത് നമ്മൾ എന്ത് കണ്ടു? എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ബിഗർ സെക്ഷൻ എടുക്കാണ്. അപ്പൊ നമ്മൾ കണ്ടു അതിൽ എന്തൊക്കെയോ കുഞ്ഞു സാധനങ്ങൾ ഉണ്ട്. അതായത് അതിന് എന്തുണ്ട്? ഈ സ്പൊറാൻജിയം എന്ത് ചെയ്യും? ഈ സ്പൊറാൻജിയം മിയോസിസ് ചെയ്യും. സ്പൊറാൻജിയം മിയോസിസ് ചെയ്ത് എന്തുണ്ടാക്കും? സ്പോർസ് ഉണ്ടാക്കും. സ്പോർസിന്റെ പ്ലോയിഡ് എങ്ങനെയാ? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കിയിട്ട് ഇതെന്താവും? പിന്നെ ഗാമറ്റോഫൈറ്റ് ആവും. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടു? നമ്മൾ പറഞ്ഞു ടെക്സ്റ്റില് സ്പോറോഫൈറ്റ്സ് ബെയർ സ്പൊറാൻജിയ വിച്ച് ആർ സബ്സ്റ്റൻഡഡ് ബൈ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കോൾഡ് സ്പോറോഫിൽസ്. ഈ സ്പോറോഫിൽ ആദ്യം ഞാൻ വരച്ച സ്പോറോഫിൽ ആയിരുന്നു. ഈ സ്പോറോഫില്ല് എന്ത് സ്ട്രക്ചർ ഉണ്ട്?
സ്പോറോഫില്ല് എന്ത് സ്ട്രക്ചർ ഉണ്ട്? സ്പോറോഫൈറ്റിൽ സ്പോറോഫില്ല് ഉണ്ട്. ഈ സ്പോറോഫില്ലിലാണ് എന്തുള്ളത്? സ്പൊറാഞ്ചിയ ഉള്ളത്. ആൻഡ് ഇൻ സം കേസസ് സ്പോറോഫിൽസ് മേ ഫോം ഡിസ്റ്റിങ്ക്ട് കമ്പാക്ട് സ്ട്രക്ചേഴ്സ് കോൾഡ് സ്ട്രോബിലൈ ഓർ കോൺസ്. ഈ സ്പോറോഫിൽ എന്ന് പറഞ്ഞ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഇലകൾ പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് സ്പോറോഫിൽ. ഈ സ്പോറോഫില്ല്, ഇലകൾ പോലത്തെ സ്പോറോഫില്ല് എന്ത് ചെയ്യും? ഈ ഒരു കമ്പാക്ട് സ്ട്രക്ചറും, അതായത് കുറെ ലീവ്സ് ഒരുമിച്ച് ഒരു അഗ്രിഗേറ്റ് പോലെ ഫോം ചെയ്ത് എന്ത് ഫോം ചെയ്തു? സ്ട്രോബിലൈ ഓർ കോൺസ് ഫോം ചെയ്തു. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺസ്, അതായത് അഗ്രിഗേറ്റ് ഓഫ് സ്പോറോഫിൽ, ഡിസ്റ്റിങ് കമ്പാക്ട് സ്ട്രക്ചർ കോൾഡ് സ്ട്രോബിലൈ ഓർ കോൺസ് കാണപ്പെടുന്ന ഏതിലാന്ന് കണ്ടു? സെലാജിനല ആൻഡ് ഇക്വിസിറ്റം ആണ് കണ്ടു. ഇനി ദ സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് സ്പോർസ് ബൈ മിയോസിസ് ഇൻ സ്പോർ മദർ സെൽ. അതായത് സ്പോറോഫില്ലിന്റെ ഡോർസൽ സൈഡിൽ കാണപ്പെടുന്ന പോറ് പോലത്തെ സ്ട്രക്ചർ, അതായത് സ്പൊറാഞ്ചിയന്റെ ഉള്ളിൽ സ്പോർ മദർ സെൽസ് ഉണ്ട്. അവര് മിയോസിസ് വഴി എന്ത് ഫോം ചെയ്യും? സ്പോർസ് ഫോം ചെയ്യും. ആൻഡ് ദിസ് സ്പോർ, ഈ സ്പോറുകളാണ് ജെർമിനേറ്റ് ചെയ്ത് ഇൻകോൺസ്പിക്യൂസ് എന്ന് വെച്ചാല്, കോൺസ്പിക്യൂസ് എന്ന് വെച്ചാൽ ഹിഡൻ, ഇൻകോൺസ്പിക്യൂസ് എന്ന് വെച്ചാൽ നോട്ട് ഹിഡൻ ബട്ട് സ്മോൾ ആൻഡ് മൾട്ടി സെല്ലുലാർ. അടുത്ത പേജ് എടുത്തോട്ടെ. മൾട്ടി സെല്ലുലാർ ഫ്രീ ലിവിംഗ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് തലോയിഡ് ഗാമിറ്റോഫൈറ്റ്സ് കോൾഡ് പ്രോതാലസ്. അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് കിട്ടി. ഇവരുടെ ഈ ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗാമിറ്റോഫൈറ്റിനെ എന്ത് വിളിച്ചു? ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റ് നമ്മൾ പ്രോതാലസ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? പ്രോതാലസ്. ഗാമിറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ നോൺ ആസ് പ്രോതാലസിനെ വിളിച്ചു. ഇനി പ്രോതാലസിന്റെ ക്യാരക്ടറിസ്റ്റിക് നമുക്കറിയാം എന്തൊക്കെ? പ്രോതാലസ് ഹോമോസ്പോറസ് ആണ്, അതായത് ഒരേ കൈൻഡ് ഓഫ് സ്പോർസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ്. ആൻഡ് വേറെന്താ? ഫ്രീ ലിവിംഗ് ആണ്, ഇൻകോൺസ്പിക്യൂസ് ആണ്, സ്മോൾ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ആൻഡ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക്കും ആണ്, ആൻഡ് താലോയിഡ് സ്ട്രക്ചർ ഉള്ളതുമാണ്. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോതാലസ് നമ്മൾ കണ്ടു ടെറിഡോഫൈറ്റ്സിൽ. ഇനി these gametophytes require cool, damp, shady places to grow. Because of this specific restricted requirement and the need for water for fertilization, നമ്മൾ ബ്രയോഫൈറ്റ്സിൽ കണ്ടിരുന്നു അവർക്കും ആംഫിബിയൻ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ച ബ്രയോഫൈറ്റ്സിനായിരുന്നു. കാരണം അവർക്കും ഫെർട്ടിലൈസേഷനും വാട്ടറിന്റെ സഹായം വേണം. ഈ ടെറിഡോഫൈറ്റ്സിന് എങ്ങനെയാ? ഇതേപോലെ തന്നെ ടെറിഡോഫൈറ്റിനും വാട്ടറിന്റെ സഹായത്തോടെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ, ഈ സ്പ്രെഡ് ടെറിഡോഫൈറ്റ്സ് എല്ലായിടത്തൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് റീജിയൻസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെതായ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ അത് ഇവോൾവ് ആയി ഗ്രോ ചെയ്യുള്ളൂ. അവിടെ മാത്രമേ അത് സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇനി ബാക്കി പറയാണ്. ദ ഗാമെറ്റോഫൈറ്റ്സ് ബെയർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കോൾഡ് ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ റെസ്പെക്റ്റീവ്ലി. അങ്ങനെ അതെങ്ങനെ കണ്ടു? ഗാമെറ്റോഫൈറ്റ്സിൽ എന്തുണ്ട്? ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ റെസ്പെക്റ്റീവ്ലി ഉണ്ടെന്ന് കണ്ടു. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇതാണിപ്പോ ഒരു ഗാമെറ്റോഫൈറ്റ് എങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോതാലസിന്റെ സ്ട്രക്ചർ എങ്കിൽ, ഈ സാധനം എന്താ? ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? റൈസോയിഡ് എന്ന് വിളിച്ചു. ആൻഡ് ആർക്കിഗോണിയ നമ്മൾ ഇവിടെ കണ്ടു. ഈ കാണുന്ന സ്ട്രക്ചർ ആർക്കിഗോണിയ. ആൻഡ് ആന്ത്രീഡിയം നമ്മൾ ഇവിടെ കണ്ടു. ഈ അറ്റത്ത് കണ്ട സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിച്ചു? ആന്ത്രീഡിയം. എന്ന് വെച്ചാല് മെയിൽ ഗാമെറ്റ്. ഇവിടെ എങ്ങനെയാ? മൾട്ടി ഫ്ലെജലേറ്റ്. നമ്മള് ബ്രയോഫൈറ്റ്സിൽ കണ്ടിരുന്നു മെയിൽ ഗാമെറ്റ്സ്, അവിടെ എങ്ങനെയായിരുന്നു? ബൈ ഫ്ലെജലേറ്റ് ആയിരുന്നു. ഇവിടെ പക്ഷെ മൾട്ടി ഫ്ലെജലേറ്റ് ആണെന്ന് കണ്ടു. ഇനി ഇത്രയും കണ്ടു. ദ മെയിൽ ഗാമെറ്റ്സ് റിലീസ്ഡ് ഫ്രം ദി ആന്ത്രീഡിയ, അതിനെന്ത് വിളിച്ചു? ആന്ത്രീഡിയെന്ന് റിലീസ് ആകുന്ന മെയിൽ ഗാമെറ്റ്സ് നമ്മൾ ആന്ത്രോസോയിഡ്സ് എന്ന് വിളിച്ചു. ഇനി ഈ ആന്ത്രോസോയിഡ്സ് വാട്ടറിന്റെ സഹായത്തോടു കൂടി മൗത്ത് ഓഫ് ആർക്കിഗോണിയത്തിലേക്ക് റിലീസ് ആവും ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. ഇനി ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമെറ്റ് വിത്ത് ദ എഗ് പ്രസന്റ് ഇൻ ആർക്കിഗോണിയം റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഫോർമേഷൻ നടന്നു. ഇനി സൈഗോട്ട് അതിന് എന്താവും? ഒരു മൾട്ടി സെല്ലുലാർ വെൽ ഡിഫറൻഷിയേറ്റഡ് സ്പോറോഫൈറ്റ് വിച്ച് ഇസ് ദ ഡോമിനന്റ് ഫേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആൽഗയിലും ബ്രയോഫൈറ്റ്സും ഡോമിനന്റ് ഫേസ് ഗാമെറ്റോഫൈറ്റ് ആയിരുന്നെങ്കിൽ, ഇവിടെ സൈഗോട്ട് കഴിഞ്ഞ് ഫോം ചെയ്യുന്ന എന്താ? മൾട്ടി സെല്ലുലാർ വെൽ ഡിഫറൻഷിയേറ്റഡ് സ്പോറോഫൈറ്റ് ആണ്, വിച്ച് ഇസ് ദ ഡോമിനന്റ് ഫേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഡോമിനന്റ് ഫേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഏതാണ്?
നമ്മൾ കണ്ടു മൾട്ടി സെല്ലുലാർ വെൽ ഡിഫറൻഷിയേറ്റഡ് സ്പോറോഫൈറ്റ് ആണ്. ഇനി നമ്മൾ കാണുന്നത് ഇൻ മജോറിറ്റി ഓഫ് ദി ടെറിഡോഫൈറ്റ്സ് ഓൾ ദി സ്പോർസ് ആർ ഓഫ് സിമിലർ കൈൻഡ് സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് ഹോമോസ്പോർസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ സ്പോർസും സിമിലർലി പ്രസന്റ് ആണ്, അതായത് ഒരേപോലെ ഇരിക്കുന്നതാണ് കാണാനെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹോമോസ്പോറസ് എന്ന് വിളിച്ചു. പക്ഷെ അതിന് എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ? ജനേറ ലൈക്ക് സെലാജിനല്ല ആൻഡ് സാൽവീനിയ വിച്ച് പ്രൊഡ്യൂസ് 2 kinds of spores, ഒരു മാക്രോ ഒരു മൈക്രോ. അങ്ങനെ തന്നെ നമ്മൾ എന്ത് വിളിച്ചു? ഹെട്രോസ്പോറസ് എന്ന് വിളിച്ചു. എക്സാമ്പിൾ നമ്മൾ കണ്ടു. Example, Selaginella and Salvinia, which produce 2 kinds of spores, macro and microspores. അതിന് നമ്മൾ ഹെട്രോസ്പോറസ് എന്ന് വിളിച്ചു. ഇനി ഞാൻ സൈഡിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എഴുതാൻ പോവാണ്. എന്താ നമ്മളിപ്പോ പഠിച്ചു? ഹെട്രോസ്പോറി എന്താന്ന് പഠിച്ചു. എന്താ? 2 different kinds. അതായത് ഗാമിറ്റോഫൈറ്റ് ഹാസ് 2 types of spores. അതെന്താ ഈ 2 types of spores എന്ന് പറയുന്നത്? ഒന്ന് മൈക്രോസ്പോർ which is male gamete, and megaspore എന്താ? ഫീമെയിൽ gamete. ഇനി വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ ഫീമെയിൽ gamete എന്താ ചെയ്യാ? ഈ ഫീമെയിൽ gamete is retained on parent sporophyte for variable period. നമ്മുടെ ഒരു വേരിയബിൾ പീരീഡ് നേരത്തെ ഒക്കെ അപ്പൊ തന്നെ റിലീസ് ആവുമായിരുന്നു ഈ മെയിൽ ഫീമെയിൽ ഗാമറ്റ്സ് ഒക്കെ. പക്ഷെ ഇവിടെ റീറ്റെൻഷൻ കാണാണ് ഓൺ ദ പേരന്റ് സ്പോറോഫൈറ്റ് ഫോർ വേരിയബിൾ പീരീഡ്. അതെന്താ നമുക്ക് മനസ്സിലാക്കാം? അത് എവല്യൂഷന്റെ ഒരു മെത്തേഡ് ആയിട്ട്, അല്ലെങ്കിൽ പുതിയ ജിംനോസ്പേംസും ഇനി ആൻജിയോസ്പേംസും ഗിവ് റൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഓഫ് എവല്യൂഷൻ ആയിട്ട് കാണാൻ പറ്റും. കാരണം അതുകൊണ്ടാണ് ഇതിന്റെ ഫീമെയിൽ ഗാമറ്റ് is retained on parent sporophyte for variable period. ഇത്രയും നമ്മൾ കണ്ടു. ഇനി വായിക്കാണ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻസ് ഈ ക്ലാസിന്റെ. ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് ഇൻ ദീസ് പ്ലാന്റ്സ് ആർ റീറ്റെയിൻഡ് ഓൺ ദ പേരന്റ് സ്പോറോഫൈറ്റ്സ് ഫോർ വേരിയബിൾ പീരീഡ്സ്. ഇനി ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്സ് ഇൻ ടു യങ് എംബ്രിയോസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ്. കാരണം ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓൾറെഡി റീറ്റെയിൻഡ് ആണ്. അപ്പൊ ഡെവലപ്മെന്റ് എങ്ങനെയാ? ഡെവലപ്മെന്റ് വിത്തിൻ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് ആണ് നടക്കുന്നത്. ദിസ് ഇവന്റ് ഇസ് പ്രിക്കഴ്സർ ടു ദ സീഡ് ഹാബിറ്റ് വിച്ച് ഇസ് കൺസിഡർഡ് ആസ് എൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. ഈ റീറ്റെൻഷൻ, എവല്യൂഷൻ അല്ലെങ്കിൽ സീഡ് ഹാബിറ്റിന്റെ പ്രിക്കഴ്സർ ആയിട്ട് ഏത് ഈവന്റിനെയാണ് കണക്കാക്കുന്നത് നോക്കി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഈ റീറ്റെൻഷൻ ഓഫ് ഫീമെയിൽ ഗാമിറ്റ്സ് ഓൺ ദി പേരന്റ് സ്പോറോഫൈറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്സ് ഇൻ ടു യങ് എംബ്രിയോസ് വിത്തിൻ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ എന്ന് വിളിച്ചത്. ഇനി NCERT പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സസ് ആണ്. ക്ലാസിഫിക്കേഷൻ 4 classes ഓഫ് 4 classes ഓഫ് ടെറിഡോഫൈറ്റ്സിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാ? 4 classes ഓഫ് ടെറിഡോഫൈറ്റ്സ്. ആദ്യത്തത് സിലോപ്സിഡ, രണ്ടാമത്തത് ലൈക്കോപ്സിഡ, മൂന്നാമത്തത് സ്ഫിനോപ്സിഡ, ആൻഡ് നാലാമത്തത് ടെറോപ്സിഡ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ ഇതിന്റെ എക്സാമ്പിൾ തെറ്റിക്കാണ്ട് ഓർത്ത് വെക്കാൻ ആലോചിക്കണം. സിലോപ്സിഡന്റെ എക്സാമ്പിൾ എന്താ? സിലോട്ടം, which is known as a living fossil, സിലോട്ടം. ഇനി ലൈക്കോപ്സിഡന്റെ ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ മെത്തേഡ് ഉപയോഗിച്ചാലും എങ്ങനെയെങ്കിലും ഓർത്തു വെക്കാൻ ഓർമ്മിക്കണം. ലൈക്കോപോഡിയം ആൻഡ് സെലാജിനെല്ലയാണ് ലൈക്കോപ്സിഡത്തിൽ വരുന്നത്. ഈ ലൈക്കോപോഡിയത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്ത്? ഓൾസോ നോൺ ആസ് ക്ലബ് മോസ്. ക്ലബ് മോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ മോസ് ആണ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഇസ് എ ഫോൾസ് മോസ്. ട്രൂ മോസ് ബ്രയോഫൈറ്റ്സിന്റെ താഴെ വരുന്നത്. അപ്പൊ ഇത് ക്ലബ് മോസിന് വിളിക്കുമെങ്കിലും അത് ആക്ച്വലി ടെറിഡോഫൈറ്റ്സ് ആണ്, വിച്ച് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ്. അതുകൊണ്ട് തെറ്റാണ്ട് ഓർത്ത് വെക്കുക. ആൻഡ് സ്ഫിനോപ്സിഡന്റെ എക്സാമ്പിൾ ഇക്വിസീറ്റം. ഇക്വിസീറ്റത്തിന്റെ വേറെ പേര് ഹോസ് ടെയിൽ ഫേൺ എന്ന് വിളിക്കും. ഇനി ടെറോപ്സിഡന്റെ എക്സാമ്പിൾ എന്താ? ടെറിസ് അസോള അഡിയാന്തം, ഡ്രയോപ്ടെറിസ്. ഈ ടെറിസ് എന്ന് കാണുമ്പോൾ തന്നെ അത് രണ്ടെണ്ണം ഓർത്ത് വെക്കാം. പിന്നെ അസോള അഡിയാന്തം എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കാം.
അപ്പൊ നമ്മൾ 4 ക്ലാസ്സസ് കണ്ടു. ഈ 4 ക്ലാസ്സസ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, നോട്ട് ചെയ്യുക, പഠിക്കുക. ആൻഡ് നമ്മൾ ഇങ്ങോട്ട് പോവാണ്. ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 4 ക്ലാസ്സസ്. ആ 4 ക്ലാസ്സസ് ഏതൊക്കെയാ? സിലോപ്സിഡ, എക്സാമ്പിൾ സിലോട്ടം കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് എ ഫോസിൽ. ഇനി ലൈക്കോപ്സിഡ, എക്സാമ്പിൾ സെലാജിനൽ ലൈക്കോപോഡിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഫീനോപ്സിഡ, ഇക്വിസീറ്റം കൊടുത്തിട്ടുണ്ട്. ടെറോപ്സിഡ, ബ്രയോട്ടേഴ്സ്, ടെറിസ്, അഡിയാൻഡം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് ഇനി എനിക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനുള്ള എന്താ വെച്ചാല്, നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ കണ്ടു. ടെറിഡോഫൈറ്റ്സിന്റെ മെയിൻ അതിന്റെ ഡയഗ്രം നമ്മൾ ഇവിടെ എ സിലാജിനില, ഇക്വിസിറ്റം, ഫോൺ, സാൽവിനിയ ഈ 4 കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഈ ലേബലിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവര് മാർക്ക് ചെയ്ത് എന്താന്ന് വെച്ചാൽ സ്ട്രോബിലസ് എന്താന്ന് നമ്മൾ എടുത്ത് കണ്ടത് സ്പോറോഫിൽ, ലീഫ് ലൈക്ക് സ്ട്രക്ചറായ സ്പോറോഫിൽ ഒരു കമ്പാക്ട് സ്ട്രക്ചർ ആയിട്ട് അറേഞ്ച് ആവും. അതായത് ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യും. കുറെ ഇലകൾ ഒരുമിച്ച് കൂടി നിന്ന് സ്ട്രോബിലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പം ഇനി ഇതെന്താ? റൈസോം, വിച്ച് ഇസ് ആക്ച്വലി റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, സബ്സ്ട്രേറ്റത്തിനോട് അറ്റാച്ച് ചെയ്യാനുള്ള. ഇനി താഴത്തെ രണ്ടെണ്ണം ഫേണും സാൽവീനിയും, അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ആൻഡ് ടെറിഡോഫൈറ്റ്സ് ആക്ച്വലി എന്താണ്? ക്രിപ്റ്റോഗാമസ് ആണോ ഫാനറോഗാമസ് ആണോ എന്ന് വെച്ചാൽ എന്താ പറയാ? ക്രിപ്റ്റോഗാമസ് എന്ന് വെച്ചാൽ ഹിഡൻ സീഡ് ഉള്ളവര്. ഫാനറോഗാമസ് എന്താ? ഹിഡൻ അല്ലാതെ സീഡ് ഉള്ളവര്. അപ്പൊ ടെറിഡോഫൈറ്റ്സ് നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? അവര് ക്രിപ്റ്റോഗാമസ് ആണ്. ആൻഡ് ഫസ്റ്റ് ട്രക്കിയോഫൈറ്റ്സും കൂടിയാണ്. ഫസ്റ്റ് ട്രക്കിയോഫൈറ്റ്സ് എന്ന് വെച്ചാല് ട്രക്കിയോഫൈറ്റ്സ് ആൽഗയും ബ്രയോഫൈറ്റ് വെച്ച് ബാക്കി 3 ട്രക്കിയോഫൈറ്റ്സ് എന്ന് വിളിക്കുക. കാരണം അവർക്ക് എന്താ വാസ്കുലർ സ്ട്രക്ചർ ഫോം ചെയ്തതുകൊണ്ട്. വാസ്കുലർ ടിഷ്യൂ തുടങ്ങിയത് എവിടെയാ? ടെറിഡോഫൈറ്റ്സ്. അപ്പൊ ഫസ്റ്റ് ട്രക്കിയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയണം. ആൻഡ് വാസ്കുലർ ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം ഏതാന്ന് വെച്ചു. വാസ്കുലർ ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം വെറുതെ ചോദിച്ചാൽ നമ്മൾ പറയണം ബ്രയോഫൈറ്റ്സ് ആണ്. പക്ഷെ വാസ്കുലർ വന്നാൽ ടെറിഡോഫൈറ്റ്സ് പറയണം. ആൻഡ് അവർ കൂടുതലും എങ്ങനെയാ? ഓർണമെന്റൽസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ സോയിൽ ബൈൻഡേഴ്സ് ആണ്. പിന്നെ സാൻഡി സോയിൽ നാരോ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ജോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു? ദേ നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ, അതുകൊണ്ടാണ്. ആൻഡ് മോസ്റ്റ്ലി ദേ ആർ ടെറസ്ട്രിയൽ. പക്ഷെ ചിലത് അക്വാട്ടിക്കിലും കാണും. ഈ അക്വാട്ടിക്കിൽ കാണുന്നതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ പറയാൻ പറ്റണം. എന്താ? അക്വാട്ടിക് പ്ലാന്റ് നമ്മൾ ഓൾറെഡി പഠിച്ച അസോള സാൽവീനിയ, അസോള സാൽവീനിയ മാർസിലിയ, ഈ 3 സാം എന്ന് ആലോചിച്ച് നോക്കാം. ഈ 3 എങ്ങനെയാ? അക്വാട്ടിക് ആണ്. അസോള, സാൽവീനിയ, മാർസിലിയ, ഈ 3 എങ്ങനെയാ? അക്വാട്ടിക് ആണ്. അത്രയും വന്നു. ഇനി ദേ ആർ മോസ്റ്റ്ലി എങ്ങനെയാ? മോസ്റ്റ്ലി ഞാൻ ഇവിടെ എഴുതിക്കാം. മോസ്റ്റ്ലി ഹോമോസ്പോറസ് ആണ്, ഹെട്രോസ്പോറസ് ആണോ? ദേ ആർ മോസ്റ്റ്ലി ഹോമോസ്പോറസ്. ഹെട്രോസ്പോറി എക്സെപ്ഷൻ പോലെ നമ്മൾ പഠിച്ചത്, കുറച്ചെണ്ണത്തിലേ കാണുള്ളൂ. ഇനി ഹെട്രോസ്പോറി എക്സെപ്ഷൻ ആയിട്ടുള്ള ഹെട്രോസ്പോറിന്റെ എക്സാമ്പിൾ എന്തെന്നൊക്കെ കണ്ടു. സെലാജിനല, സാൽവീനിയ, മാർസീലിയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഹെട്രോസ്പോറി, സെലാജിനല, സാൽവീനിയ, മാർസീലിയ. ബാക്കിയൊക്കെ എന്താ? ബാക്കിയൊക്കെ ഹോമോസ്പോറസ് ആണ്. അതായത് മോസ്റ്റ്ലി ദേ ആർ ഹോമോസ്പോറസ്. ആൻഡ് ഇവരുടെ ഡോമിനന്റ് ഫേസ് എന്താന്ന് കണ്ടു. എന്താ ഡോമിനന്റ് ഫേസ്? സ്പോറോഫൈറ്റ് ആണോ ഗ്യാമിറ്റോഫൈറ്റ് ആണോ? ഡോമിനന്റ് ഫേസ് സ്പോറോഫൈറ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചറിൽ എന്താ ഇങ്ങനെ ഒരു ലീഫും സ്റ്റെമ്മും റൂട്ടും ഒക്കെ ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ലീഫ് നോക്കുകയാണെങ്കിൽ ലീഫ് ചിലപ്പോൾ മൈക്രോഫിൽ ആവാം, അതായത് ചെറിയ ലീഫ് ആവാം, അല്ലെങ്കിൽ മാക്രോഫിൽ ആവാന്ന് കണ്ടു. ഇനി ഈ മൈക്രോഫില്ലിന്റെ എക്സാമ്പിൾ എന്താ കണ്ടത്? സെലാജിനല്ല. മാക്രോഫില്ലിന്റെ എക്സാമ്പിൾ എന്താ കണ്ടത്? ഫേൺസ്. അത് ഓർത്ത് വെക്കാം. ഞാൻ സ്പോറോഫില്ല് കണ്ടു. സ്പോറോഫിൽ ബേസ് സ്പോറാഞ്ചിയം കണ്ടു. ഇനി സ്പോറാഞ്ചിയം എങ്ങനെയാ? ഏതാ അതിന്റെ എക്സാമ്പിൾ എന്താ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്പോറാഞ്ചിയം ചില സാധനങ്ങളില്, ചില പ്ലാന്റ്സില് സ്പോറാഞ്ചിയം എന്താ ചെയ്യാ? ഈ സ്പോറാഞ്ചിയം ചില ലീവ്സിൽ ഇങ്ങനെ നോർമലി ദൂരെ ആയിരിക്കും. പക്ഷെ ചില ലീവ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ആഗ്രിഗേറ്റ് ഫോം ചെയ്ത് ഇങ്ങനെ ഒരു ബഞ്ച് സ്പോറാഞ്ചിയം കാണാൻ തുടങ്ങും. ഈ ഗ്രൂപ്പ് ഓഫ് സ്പോറാഞ്ചിയത്തിന് എന്ത് വിളിച്ചു? ഗ്രൂപ്പ് ഓഫ് സ്പോറാഞ്ചിയത്തിനെ നമ്മൾ വിളിച്ചു
സോറസ് എന്ന് വിളിച്ചു. എക്സാമ്പിൾ എന്താ? ഈ സോറസ് കാണുന്നതിന്റെ എക്സാമ്പിൾ ഫേൺസ്. ഇനി നോർമൽ സ്പൊറാഞ്ചിയ ഉള്ളത് ഏതിലൊക്കെയാ? സെലാജിനല ഇക്വിസീറ്റത്തിലൊക്കെ നോർമൽ ആണ്. സെലാജിനല ഇക്വിസീറ്റം നോർമൽ ആയിരുന്നു. പക്ഷെ ബഞ്ചസ് ഓഫ് സ്പൊറാഞ്ചിയ കണ്ടത് അല്ലെങ്കിൽ സോറസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കണ്ട ഏതില? ഫേണില. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്ട്രോബിൽ എന്തായിരുന്നു? ബഞ്ച് ഓഫ് സ്പോറോഫിൽ. സ്പോറോഫിലിന്റെ ആഗ്രിഗേറ്റ് ആണ് നമ്മൾ സ്ട്രോബൈലസ് എന്ന് കണ്ടത്. സ്ട്രോബൈലസിന്റെ എക്സാമ്പിൾ ഏതായിരുന്നു? ഇക്വിസീറ്റം. ഇത് മാറിപ്പോരുത്. സ്പൊറാഞ്ചിയം നോർമൽ ആണ് ഇക്വിസീറ്റം, പക്ഷെ അതിന്റെ സ്ട്രോബൈലസ് പ്രസന്റ് ആണ് ഇക്വിസീറ്റത്തിന്. ഇനി അത് കണ്ടു. ഇനി സ്പോറോഫില് സെപ്പറേറ്റ് അഗ്രിഗേറ്റ് അല്ല, സ്ട്രോബൈലസ് ഫോർമേഷൻ ഇല്ലാത്തത് എക്സാമ്പിൾ ചോദിച്ചാൽ ഫേൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റൻ എന്താ? സ്ട്രോബൈലസ് ആബ്സെന്റ് ഇൻ എന്ന് വെച്ചാല് ഫേൺസ് എന്ന് പറയാൻ പറ്റണം. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ സൈഡിൽ എഴുതി വെച്ചു. ബാക്കി ഗാമിറ്റോഫൈറ്റ് എന്താ? പ്രോതാലസ്. പ്രോതാലസ് എങ്ങനെ? ഹോമോസ്പോറസ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഫ്രീ ലിവിങ്, ഇൻകോൺസ്പീക്യസ്, സ്മോൾ, മൾട്ടി സെല്ലുലാർ, ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഇല്ല, താലോയിഡ് ആണ് പ്രോതാലസ് എന്ന് കണ്ടു. ഇനി അതിലെന്താ ഡോമിനന്റ് ഫേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്താന്ന് കണ്ടു. ഹോമോസ്പോറസ്, ഹെട്രോസ്പോറസ്, 4 ക്ലാസ്സസ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിംനോസ്പേംസിനെ കുറിച്ചാണ്. ജിംനോസ്പേംസ് ആസ് ദ ടേം സെസ്, ജിംനോസ്പേംസ് എങ്ങനെയാ? നേക്കഡ്. ജിംനോ എന്ന് വെച്ചാൽ നേക്കഡ്, സ്പെർമ എന്ന് വെച്ചാൽ സീഡ്. അപ്പൊ എങ്ങനെയാ? അവർക്ക് നേക്കഡ് സീഡ് ആണ്. നേക്കഡ് സീഡ് എന്ന് വെച്ചാൽ എന്താ? സീഡ് ഇസ് നോട്ട് ഇൻസൈഡ് ദ ഫ്രൂട്ട്. അതായത് ഫ്രൂട്ടിൽ പൊതിഞ്ഞല്ല സീഡ് ഇരിക്കുന്നത്, ഓൾറെഡി നേക്കഡ് ആണ്. അവർക്ക് നേക്കഡ് ഓവ്യൂളും കൂടെ ഉണ്ട്. നേക്കഡ് ഓവ്യൂൾ എന്ന് വെച്ചാൽ എന്താ? ഓവ്യൂൾ ഇസ് നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഓവറി ആൻഡ് റിമെയിൻ എക്സ്പോസ്ഡ്. അപ്പൊ അത് വായിച്ചു. അവർക്ക് എങ്ങനെയാ? പ്ലാന്റ്സ് ഇൻ വിച്ച് ഓവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ എനി ഓവറി വാൾ, both before and after fertilization. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. In gymnosperms, ovules are not enclosed by ovary wall and remain exposed. Both before and after fertilization ആണോ? Only before fertilization ആണോ? Only after fertilization ആണോ? അങ്ങനെ വെച്ചാൽ പറയണം both before and after fertilization അവരുടെ ovules are not enclosed. ഇനി ഇവരുടെ പ്രത്യേകത എന്താ? ഒരു എക്സ്ട്രാ പോയിന്റ്, ഒരു ഫാക്ട് പറയാൻ പറഞ്ഞാല് ലാർജസ്റ്റ് ജിംനോസ്പേം ഏതാന്ന് ചോദിച്ചാല് ഏതാ? ലാർജസ്റ്റ് ജിംനോസ്പേം സെക്യൂയ അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ലാർജസ്റ്റ് ജിംനോസ്പേം കണ്ടു. ഇനി ഇവരുടെ ഡോമിനന്റ് ഫേസ് എന്താ? ഡോമിനന്റ് ഫേസ് ഓഫ് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു. ആകെ ഡോമിനന്റ് ഫേസ് ഗാമറ്റോഫൈറ്റ് വരുന്ന ആൽഗെയും ബ്രയോഫൈറ്റും ആണ്. പിന്നെ ടെറിഡോഫൈറ്റ്സോട് ഡോമിനന്റ് ഫേസ് എന്താണെന്ന് നമ്മൾ കണ്ടത്? സ്പോറോഫൈറ്റ് ആണെന്നാണ് കണ്ടത്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അവർ ലാർജ് സൈസ്ഡ് ട്രീസ് ആണ്. ലാർജ് അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് പെരനിയൽ പ്ലാന്റ്സ് ആയിട്ട് അവർ കാണാൻ പറ്റും. ആൻഡ് അടുത്ത പ്രത്യേകത ജിംനോസ്പേംസിന് പറയുന്നത് എന്താ? the seeds that develop post fertilization are not covered. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. And gymnosperms include medium sized trees or tall trees and shrubs. And one of the gymnosperms, the giant redwood tree sequoia, is the tallest tree species. അപ്പൊ ടോളസ്റ്റ് ജിംനോസ്പേം ഏതാന്ന് വെച്ചാൽ സെക്യോ എന്ന് പറയാൻ പറ്റണം. ഇനി അവരുടെ റൂട്ട്സ് എങ്ങനെയാ? റൂട്ട്സ് ആർ ജനറലി ടാപ്പ് റൂട്ട്. നമ്മൾ ടെറിഡോഫൈറ്റിൽ പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ടെറിഡോഫൈറ്റിന്റെ അഡ്വന്റീഷ്യസ് റൂട്ട്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ടാപ്പ് റൂട്ട്സ് ആണ്. ആൻഡ് ഈ റൂട്ടിന്റെ ഇതന്നെ നമ്മൾ പറയുന്നുണ്ട്. റൂട്ടിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും. റൂട്ടിന്റെ ബേസിസിൽ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്താൽ 2 ടൈപ്പ് കാണാൻ പറ്റും. ഒന്ന് പൈനസ്, ഒന്ന് സൈക്കസ്. പൈനസിന് എങ്ങനെയാന്ന് വെച്ചാൽ പൈനസിന്റെ റൂട്ടിന് ഹാസ് എൻ അസോസിയേഷൻ വിത്ത് ഫംഗൈ. ഫംഗയുമായി ഒരു അസോസിയേഷൻ ഉള്ളതിന്റെ ആ ഫിനോമിനന്റെ പേരെന്താ? അതിന് നമ്മൾ മൈക്കോറൈസ എന്ന് വിളിച്ചു. ഫംഗൽ അസോസിയേഷൻ ഓഫ് ദ റൂട്ട്സ് വിത്ത് റൂട്ട്സിന്റെ അസോസിയേഷൻ വിത്ത് ഫംഗസിന്, അതായത് റൂട്ട്സ് പ്ലസ് ഫംഗസ്, അതിന് നമ്മൾ മൈക്കോറൈസ എന്ന് വിളിച്ചു. പക്ഷെ ഇതിന് എൻഡോമൈക്കോറൈസ അല്ല. അതിന്റെ അടുത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം, അതിന് എക്ടോമൈക്കോറൈസയാണ്. എക്ടോമൈക്കോറൈസയാണ്. ആൻഡ് സൈക്കസ് എങ്ങനെയാ? സൈക്കസിന്റെ റൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റുക? സൈക്കസിന് കോറലോയിഡ് റൂട്ട്സ് ആണ് സൈക്കസിന്. സി അങ്ങനെ ഓർത്ത് വെക്കുക. സൈക്കസിന് കോറലോയിഡ് റൂട്ട്സ്. ആൻഡ് അവര് മൈക്കോറൈസ് കാണിക്കോ? ഇല്ല, അവര് മൈക്കോറൈസ് ഒന്നും കാണിക്കില്ല. അവര് എൻഡോസിംബയോസിസ് കാണിക്കും. വിത്ത് എ blue green algae called Annapina.
അനബീന എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗെ, BG എന്ന് എഴുതാം. ബ്ലൂ ഗ്രീൻ ആൽഗെ ആയിട്ട് അതിന് എൻഡോസിംബിയോസിസ് കാണിക്കും. അപ്പൊ അത്രയും കാര്യം പറ്റും. നമുക്ക് ടെക്സ്റ്റിൽ വായിക്കാം. ടെക്സ്റ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത്? Roots in some genera have fungal association in the form of mycorrhiza, example pinus, and others, cycas, small specialized roots called coralloid roots, and associated with nitrogen fixing cyanobacteria അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതായത് അനബീനിയുമായിട്ട് സൈക്കസിന് റിലേഷൻ ഉണ്ട്. ആൻഡ് സ്റ്റെമ്മിന്റെ ബേസിസിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഒന്ന് ബ്രാഞ്ച്, ഒന്ന് അൺബ്രാഞ്ച്ഡ്. ബ്രാഞ്ച് എന്ന് വെച്ചാൽ എന്താ? നമ്മളിവിടെ സ്റ്റെം എഴുതാണെങ്കിൽ ഒന്ന് ബ്രാഞ്ച് എന്ന് വെച്ചാൽ എന്താ? ഓരോ ബ്രാഞ്ചസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി അൺബ്രാഞ്ച് എന്ന് വെച്ചാൽ എന്താ? എല്ലാം ഒറ്റയടിക്ക് ടെർമിനൽ എൻഡിൽ ഇങ്ങനെ പ്രസന്റ്, അല്ലാണ്ട് വേറെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഇല്ല. ഇനി അൺബ്രാഞ്ച്ഡ് നമ്മൾ പഠിച്ചെന്താ? പൈനസ്. അൺബ്രാഞ്ച്ഡ് അല്ല, ബ്രാഞ്ച്ഡ് വരുന്നത് പൈനസ് ആൻഡ് അൺബ്രാഞ്ച്ഡ് സൈക്കസ്. ഞാനിവിടെ എഴുതി വെക്കാം. ഇത് ഒന്നാമത്തത് ബ്രാഞ്ച്ഡ്, രണ്ടാമത്തത് അൺബ്രാഞ്ച്ഡ്. അപ്പൊ ഇതും നമ്മൾ കണ്ടു സ്റ്റെമ്മിന്റെ ബേസിൽ. റൂട്ട് കണ്ടു, സ്റ്റെം കണ്ടു. ഇനി ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജിംനോസ്പെർമ്സിന് നല്ല വുഡി സ്റ്റെംസ് ആണ് ഉള്ളത്. സ്റ്റെം എങ്ങനെയാ? ജിംനോസ്പെർമിന് വുഡി സ്റ്റെംസ് ഉണ്ട്. വുഡി സ്റ്റെംസ് വിച്ച് ആർ ഓൾസോ നോൺ ആസ് സോഫ്റ്റ് സ്റ്റെം. ഇതെന്തുകൊണ്ട് സോഫ്റ്റ് സ്റ്റെം? ഇത്ര വുഡി ആയിട്ടും നമ്മൾ ഇതിനെ സോഫ്റ്റ് സ്റ്റെം എന്ന് വിളിക്കാൻ കാരണം അവർക്ക് സൈലം ഫൈബേഴ്സ് ഇല്ല. അതായത് എന്താ? വാസ്കുലാരിറ്റി കാണിക്കുന്ന ഒരു സാധനമാണ് സൈലം ഫ്ലോയം ഒക്കെ. ട്രാൻസ്പോർട്ട് ഫുഡ് ആൻഡ് മിനറൽസ്. അവർക്ക് പക്ഷെ സൈലം ഫൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അതിനെ സോഫ്റ്റ് സ്റ്റെം എന്ന് വിളിച്ചു. ഇനി അത്രയും കാര്യം കണ്ടു. ഇനി നമ്മൾ നോക്കാണ് എന്ത്? ലീവ്സ്. അവരുടെ ലീവ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ലീഫ് നോക്കുകയാണെങ്കിൽ അവർക്ക് സിമ്പിളും ഉണ്ട് കമ്പൗണ്ടും ഉണ്ട്. സിമ്പിളും ഉണ്ട് കമ്പൗണ്ടും ഉണ്ട്. കമ്പൗണ്ട് എങ്ങനെയാ? പിന്നേറ്റ്ലി ആണോ പാമേറ്റ്ലി ആണോ? അങ്ങനെ വെച്ചാൽ പറയണം പിന്നേറ്റ്ലി കമ്പൗണ്ട്. ഇനി എക്സാമ്പിൾ, സിമ്പിളിന്റെ എക്സാമ്പിൾ എന്താ? പൈനസ്. കമ്പൗണ്ട് സി വെച്ച് എന്ന് പറയാം, സൈക്കസ്. ഇത്രയും കണ്ടു. ഇനി ഇവരുടെ വേറെ പ്രത്യേകത ലീഫിന് നോ വെയിൻസ് ഇല്ല. ആൻഡ് ടിക്കട്ടതിന്റെ അർത്ഥം അതിന് പ്രസന്റ് ആണ്. അവർക്ക് പ്രസന്റ് ആയിട്ടുള്ള എന്താ? ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ അവരിൽ പ്രസന്റ് ആണ്. ഇത്രയും കാര്യം നോക്കി. പിന്നെ അവരുടെ ലീവ്സിന് വേറെ പ്രത്യേകതയും ഉണ്ട്. എന്ത്? അവരുടെ ലീവ്സിന്റെ പ്രത്യേകത വെച്ചാൽ അവരുടെ ലീവ്സ് വെൽ അഡാപ്റ്റഡ് ആണ്. എന്തിന്? വെൽ അഡാപ്റ്റഡ് ടു വാട്ട് തിങ്സ്? വെൽ അഡാപ്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ്. ഹൈ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ്. അപ്പൊ എന്താവും? ഇവര് വെൽ അഡാപ്റ്റഡ് ആണ്. അപ്പൊ മിക്ക സ്ഥലത്തും കാണാൻ പറ്റും. ഇനി ഈ വെൽ അഡാപ്റ്റഡ് ആയതുകൊണ്ട് ആവാൻ ഹെൽപ്പ് ചെയ്ത സ്ട്രക്ചർ എന്താ? അവർക്ക് സങ്കൺ സ്റ്റൊമേറ്റ ഉണ്ട്. അതായത് ബറീഡ് ഇൻ ആയിട്ടുള്ള സ്റ്റൊമേറ്റ. അപ്പൊ വാട്ടർ ലോസ് അവരെന്ത് ചെയ്യും? കുറക്കും. ആൻഡ് അവർക്ക് തിക് ക്യൂട്ടിക്കിൾ ഉണ്ട്. അപ്പൊ പറയാണ് സങ്കൺ സ്റ്റൊമേറ്റ, തിക് ക്യൂട്ടിക്കിൾ. ഇതുള്ളത് കൊണ്ട് അവർക്ക് എന്താ? വാട്ടർ ലോസ് കുറക്കാൻ സഹായിക്കും. ഇപ്പൊ ലീഫ് വെൽ അഡാപ്റ്റഡ് ആണ്. അതിന്റെ കാരണം തിക് ക്യൂട്ടിക്കിളും സങ്കൺ സ്റ്റൊമേറ്റയും, വിച്ച് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ വാട്ടർ ലോസ്. ഇത്രയും സാധനങ്ങൾ കണ്ടു. ഇനി നമ്മൾ ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ സ്റ്റെംസ് ആർ അൺബ്രാഞ്ച്ഡ്, സൈക്കസ്, ബ്രാഞ്ച്ഡ്, പൈനസ് ആൻഡ് സെഡ്രസ്. Leaves may be simple or compound. Compound pinnately compound. In cycas, the pinnate leaves. Cycas എങ്ങനെയാ? Pinnate leaves persist for a few years. The leaves in gymnosperms are well adapted to withstand extremes of temperature, humidity and wind. In conifers, the needle-like leaves reduce the surface area. Conifer എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്ലാന്റ്സിന്റെ പ്രത്യേകത അവരുടെ ലീവ്സ് നീഡിലാണ്. സർഫസ് ഏരിയ മാക്സിമം കുറച്ച് നീഡിൽ പോലെ, സൂചി പോലെ. അപ്പൊ എന്താ? ലീവ്സിന്റെ സർഫസ് ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ലോസും കുറവായിരിക്കും. അപ്പൊ എന്തൊക്കെയാ? നീഡിൽ ലൈക്ക് ലീഫ്, തിക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമേറ്റ ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. ഇനി ഇവരുടെ സ്പോറോഫിൽ എങ്ങനെയാ? സ്പോറോഫിലിന് 2 ടൈപ്പ് ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ സ്പോറോഫിലും മൈക്രോ സ്പോറോഫിലുണ്ട്, മെഗാ സ്പോറോഫിൽ ഉണ്ട്. ഇവരുടെ ചെറിയ സ്ട്രക്ചർ കോൾഡ് മെഗാസ്പോറാൻജിയം ഉണ്ട്. ഇനി മൈക്രോസ്പോറോഫിലില് മൈക്രോസ്പോറാൻജിയം ഉണ്ട്. അത് നോർമലി കാണുന്നതാ. ഇനി ഇൻ കേസ് ഇവരുടെ മൈക്രോസ്പോറോഫിൽ
ഇവരുടെ മൈക്രോസ്പോറോ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണത്. ഈ മൈക്രോസ്പോറോഫിൽ അതായത് ബിയർ അഗ്രിഗേറ്റ് ഫോം ചെയ്താൽ അതിനെ നമ്മൾ മെയിൽ കോൺസ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലി എന്ന് വിളിക്കും. ഇതേപോലെ ആഗ്രിഗേറ്റ് മെഗാസ്പോർ എന്ത് വിളിക്കും? ഫീമെയിൽ കോൺസ് നമ്മൾ ചെറിയ അതിന്റെ നമ്മൾ കണ്ടിരുന്നു. മോസ്പോറി എന്ന് വിളിക്കുന്ന മൈക്രോ മെഗാ ഉള്ളതുകൊണ്ട് ആൻഡ് 2 kinds of spores are produced within sporangia that are borne on sporophylls which are arranged spirally along an axis to form lax or compact strobili or cones. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? സ്പോറോഫിൽ രണ്ട് തരമുണ്ട്, മൈക്രോസ്പോറോഫിൽ, മെഗാസ്പോറോഫിൽ. ഇനി മൈക്രോസ്പോറോഫിൽ അഗ്രിഗേറ്റ് ചെയ്തതിന്റെ മെയിൽ കോണ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലി എന്നും, ഫീമെയിൽ കോൺസ് അല്ലെങ്കിൽ മെഗാസ്പോറോഫിൽ മെഗാസ്പോറോഫിൽ അഗ്രിഗേറ്റ് ചെയ്താൽ അതിനെ ഫീമെയിൽ കോൺസ് അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലി എന്നും വിളിച്ചു. ആൻഡ് ഈ മൈക്രോസ്പോർ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഇൻടു മെയിൽ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ വിച്ച് ഇസ് ഹൈലി റെഡ്യൂസ്ഡ്. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതിന്റെ മെയിൽ ഗാമറ്റോഫൈറ്റിങ്ങിന് ഹൈലി റെഡ്യൂസ്ഡ് ആൻഡ് കൺഫൈൻഡ് ടു ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ്. ഈ റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റിനെ എന്ത് വിളിക്കും? പോളൻ ഗ്രെയിൻ. ഒരു മേജർ മിസ്റ്റേക്ക് എല്ലാവരും വരുന്ന പോളൻ ഗ്രെയിൻസ് ആർ ആക്ച്വലി മെയിൽ ഗാമറ്റ് അല്ല, അത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. ഇനി ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ മൈക്രോസ്പോറാഞ്ചിയ. ദ കോൺസ് ബെയറിംഗ് മെഗാസ്പോറോഫിൽസ് വിത്ത് ovules or megasporangia are called macrosporangiate or female strobili. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. മെഗാസ്പോറോഫിൽ അല്ലെങ്കിൽ മെഗാസ്പോറോഫിൽ അഗ്രിഗേറ്റ് നമ്മൾ സ്ട്രോബിലി എന്ന് വിളിച്ചിരുന്നു, ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലി എന്ന്. ഇനി the male or female cones of strobili may be born on the same tree. പൈനസിൽ എങ്ങനെയാ? മെയിലും ഫീമെയിലും സെയിം ട്രീയിലായിരിക്കും. പക്ഷെ സൈക്കസിൽ എങ്ങനെയാ? ബോൺ ഓൺ ഡിഫറെന്റ് ട്രീസ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? പൈനസ് എങ്ങനെയാന്ന് പറയാൻ പറ്റും? പൈനസ് ബൈസെക്ഷൽ അല്ലെങ്കിൽ മൊനീഷ്യസ് എന്ന് പറയാൻ പറ്റും. ഇനി സൈക്കസ് എങ്ങനെയാ? യൂണിസെക്ഷൽ അല്ലെങ്കിൽ ഡൈഷ്യസ് എന്ന് പറയാൻ പറ്റും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സൈക്കസിൽ എങ്ങനെയാ? സൈക്കസിൽ യൂണിസെക്ഷൽ ആണ്, അതായത് മെയിൽ കോണും ഫീമെയിൽ കോണും ഡിഫറെന്റ് ഇതിലാണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ കിട്ടി. എന്ത്? ഫീമെയിൽ കോൺസ് ആർ ആബ്സെന്റ് ഇൻ സൈക്കസ്. ഫീമെയിൽ കോൺസ് ആബ്സെന്റ് എന്ന് ചോദിച്ചാല് ഓപ്ഷൻ 4 തന്നാല് നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കണം? സൈക്കസ്. അന്നു ഇനി എന്താ? The megaspore mother cell is differentiated from one of the cells of the new cellus. ഇത് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് ഡയറക്ട്ലി വന്നാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. എന്ത്? നമ്മൾ ആദ്യം ഇതിന്റെ മെയിൻ പ്ലാൻ ബോഡി എന്താ? സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് എങ്ങനെയാ? 2n ആണോ n ആണോ? സ്പോറോഫൈറ്റിന്റെ ഡിപ്ലോയിഡ് ആണ് എല്ലാവർക്കും അറിയാം. ഇനി ഞാനൊരു മെയിൽ കോൺ എടുത്തു, അതായത് ഒരു സ്പോറോഫൈറ്റ്, അത് മെയിൽ ആണ്, മെയിൽ കോൺ. ഈ മെയിൽ കോണിൽ എന്തുണ്ട്? മെയിൽ കോണിന്റെ സ്പോറോഫില്ല് എന്തുണ്ട്? മൈക്രോസ്പോറാഞ്ചിയം ഉണ്ട്. മൈക്രോസ്പോറാഞ്ചിയം. ഈ മൈക്രോസ്പോറാഞ്ചിയം ഏതാ? n ആണ് 2n ആണോ? 2n. ഈ മൈക്രോസ്പോറാഞ്ചിയം എന്തുണ്ടാക്കും? ഈ മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവുമ്പോ അതിന് മൈക്രോസ്പോർ മദർ സെല്ലിന് എത്രയാ പ്ലോയിഡ്? മൈക്രോസ്പോർ മദർ സെല്ലിന് ഡിപ്ലോയിഡ് ആണെന്ന് അറിയാം. കാരണം അത് മിയോസിസ് അണ്ടർഗോ ചെയ്തിട്ടാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. മിയോസിസ് അണ്ടർഗോ ചെയ്യണമെങ്കിൽ ഡിപ്ലോയിഡ് വേണമല്ലോ. അപ്പോ മൈക്രോസ്പോർ മദർ സെല്ല് മൈക്രോസ്പോറാഞ്ചിയത്തിനുള്ളിലുണ്ട്. ഇനി ഈ മൈക്രോസ്പോറാഞ്ചിയം എന്തുണ്ടാക്കും? മൈക്രോസ്പോർസ് ഉണ്ടാക്കും. അതെല്ലാവർക്കും അറിയാം, മൈക്രോസ്പോർസ് ഉണ്ടാക്കും. മൈക്രോസ്പോറിന്റെ പ്ലോയിഡ് എത്ര? ഹാപ്ലോയിഡ്. ഇനി ഈ മൈക്രോസ്പോർ എന്തുണ്ടാക്കുന്നത്? മെയിൽ ഗാമറ്റോഫൈറ്റ്. ആ മെയിൽ ഗാമറ്റോഫൈറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? പോളൻ ഗ്രെയിൻ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ മെയിലിന്റെ സ്ട്രക്ചർ കണ്ടു. ഇനി നമ്മൾ പതുക്കെ ഫീമെയിൽ സ്ട്രക്ചർ നോക്കാണ്. ഫീമെയിൽ എങ്ങനെയാ? ഫീമെയിൽ ഇതേപോലെ സ്പോറോഫൈറ്റില് ഫീമെയിൽ കോൺ ഉണ്ട്. ഇത് ഫീമെയിൽ കോൺ ആണെങ്കിൽ ഈ ഫീമെയിൽ കോണിന്റെ ഉള്ളില് ഫീമെയിൽ കോണിന്റെ ഉള്ളിൽ എന്തുണ്ട്? മെഗാസ്പോറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ ഉണ്ട്. ഈ മെഗാസ്പോറാഞ്ചിയം ഇത് വരക്കാം.
ഇതേപോലത്തെ മെഗാസ്പോറാഞ്ചിയം. ആൻഡ് ഈ മെഗാസ്പോറാഞ്ചിയത്തിന്റെ ഒരു സെക്ഷൻ എടുക്കാണ്. മെഗാസ്പോറാഞ്ചിയം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണും? ഇതെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് കുറച്ച് വലുതാക്കി കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണും? ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണും. ഈ സ്ട്രക്ചറിന്റെ നടുക്ക് എന്തുണ്ട്? കുറേ സെൽസ് കാണാൻ പറ്റും. ഈ സെൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂസെല്ലസ് എന്ന് വിളിച്ചു. ഇനി ജിംനോസ്പേംസിന് വേറെ പ്രത്യേകത, ജിംനോസ്പേംസിന് മെഗാസ്പോറാഞ്ചിയത്തിൽ ഒരൊറ്റ ഇൻടെഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പുറത്ത് കാണുന്ന ഇൻടെഗ്യുമെന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അതുകൊണ്ട് അതിനെ വേറെ എന്തും കൂടി വിളിക്കുന്നു? യൂണിടെഗ്മിക് എന്ന് വിളിച്ചു. അതായത് ജിംനോസ്പേംസിന്. പക്ഷെ ആൻജിയോസ്പേംസിന് ഇങ്ങനെ 2 ടെഗ്യുമെന്റ്സ് ഉണ്ട്, 2 ഇൻടെഗ്യുമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ബൈടെഗ്മിക് ആന്ന് വിളിക്കുക. ഇനി ഇതിന്റെ നടുക്ക് എന്തുണ്ട്? ഇതിന്റെ നടുക്ക് മെഗാസ്പോർ മദർ സെൽ വിച്ച് ഇസ് ഡിപ്ലോയിഡ്. മെഗാസ്പോർ മദർ സെൽ അതെങ്ങനെയാ? ഡിപ്ലോയിഡ്. ഇത്രയും കാര്യം കണ്ടു. നമ്മൾ എന്തിന്റെ സ്ട്രക്ചർ എടുത്തപ്പോഴാ? ഓവ്യൂളിന്റെ സ്ട്രക്ചർ എടുത്തപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യം പഠിച്ചത്. ഇനി എന്താ പറ്റാന്ന് വെച്ചാല് ഈ മെഗാസ്പോർ മദർ സെൽ, ഞാൻ താഴെ എഴുതാണ്, ഈ മെഗാസ്പോർ മദർ സെൽ വിച്ച് ഇസ് ഡിപ്ലോയിഡ് മിയോസിസ് അണ്ടർഗോ ചെയ്യും. മിയോസിസ് അണ്ടർഗോ ചെയ്ത് 4 മെഗാസ്പോർസ് ഉണ്ടാക്കും. എത്ര മെഗാസ്പോർസ് ഉണ്ടാക്കും? 4 എണ്ണം. മെഗാസ്പോറിന്റെ പ്ലോയിഡ് എത്ര? ഹാപ്ലോയിഡ്. ഇനി ഇതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തു പോകും. 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും. ലൈക്ക് സീൻ ഇൻ പ്ലാന്റ്സ് ലൈക്ക് ആൻജിയോസ്പേംസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എവല്യൂഷന്റെ ചെറിയൊരു സൈൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും. ഇനി ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ത്? ഫങ്ഷണൽ ആണല്ലോ. ഇനി ഈ ഫങ്ഷണൽ മെഗാസ്പോർ, ഇതാണ് ഫങ്ഷണൽ എന്ന് വിചാരിച്ചോ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്താവും? ഫങ്ഷണൽ മെഗാസ്പോറിന് FM എന്ന് എഴുതാം. ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണെന്ന് നമുക്കറിയാം. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാല് ഈച്ച് കാരിയോകൈനസിസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. കുറെ കാരിയോകൈനസിസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താ ഇതിന്റെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. അത് പോരാത്തതിന് ഓരോ കാരിയോകൈനസിസ് കഴിഞ്ഞും നമുക്ക് ഓരോ സൈറ്റോകൈനസിസ് കാണാൻ പറ്റില്ല റെസ്പെക്റ്റീവ്ലി. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ കണ്ടു. ആൻഡ് ഇറ്റ് ഫോംസ് വാട്ട്? ഇങ്ങനെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ നമുക്ക് കിട്ടൂലേ. അപ്പൊ എന്താ? അതിൽ കുറെ സെൽസ് ഉള്ള ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ കിട്ടി. ഇങ്ങനെ കുറെ സെല്ല് ഉള്ളൊരു ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് കുറെ സെല്ലുള്ളൊരു മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഈ മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനെ എന്ത് വിളിച്ചു? എൻഡോസ്പേം എന്ന് വിളിച്ചു. ഇനി ഈ എൻഡോസ്പേമിന്റെ പ്ലോയിഡ് ചോദിച്ചാൽ പറയണം 3N അല്ല, ട്രിപ്ലോയിഡ് അല്ല, N ആണ്. ട്രിപ്ലോയിഡ് ഏതിലാ കാണുന്നത്? ആൻജിയോസ്പേമിലാണ് എൻഡോസ്പേം ട്രിപ്ലോയിഡ്. പക്ഷെ ഇതിൽ വെറും ഹാപ്ലോയിഡ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇപ്പൊ കണ്ടു? ഇത്രയും കാര്യങ്ങളുണ്ട്. മൈക്രോസ്പോർസ് ഉണ്ടാക്കി, മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കി, പോളൻ ഗ്രെയിൻ ഉണ്ടാക്കി. ഇനി ഫീമെയിൽ കോണിന്റെ ഉള്ളിൽ മെഗാസ്പോറാഞ്ചിയം, മെഗാസ്പോർ മദർ സെല്ല് കണ്ടു, ഇന്റഗ്യുമെന്റ്സ് കണ്ടു, ന്യൂസെല്ലസ് കണ്ടു, മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് അണ്ടർഗോ ചെയ്ത് 4 മെഗാസ്പോർസ് ഉണ്ടാക്കി. അതിൽ 3 ഡിസിന്റഗ്രേറ്റ് ചെയ്തു, 1 മാത്രമേ ഫങ്ഷണൽ ഉള്ളൂ. ആ ഫങ്ഷണൽ വിച്ച് ഇസ് ഹാപ്ലോയിഡ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് എൻഡോസ്പേം ഉണ്ടായി. ഈ ഓരോ സെല്ലുമാണ് എൻഡോസ്പേം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എൻഡോസ്പേം എന്താ? ഫങ്ഷണൽ മെഗാസ്പോറും N ആയിരുന്നു, എൻഡോസ്പേമും അപ്പൊ N തന്നെ ആയിരിക്കും. അപ്പൊ മൾട്ടി സെല്ലുലാർ വരെ കിട്ടി. ഇനി ഇതിന്റെ ഫെർട്ടിലൈസേഷൻ കൂടി ഞാനൊന്ന് പറയാണ്. ഇതിന്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? ഈ മൈക്രോസ്പോറാഞ്ചിയത്തില് ഇത് പൊട്ടും, അതായത് ഡെഹിസ് ചെയ്യും. മൈക്രോസ്പോറാഞ്ചിയം ഡെഹിസൻസ് സംഭവിച്ച് പോളൻ ഗ്രെയിൻസ് റിലീസ് ആവും. പോളൻ ഗ്രെയിൻസ് എങ്ങനെ റിലീസ് ആയിട്ട്? വിൻഡ് പോളിനേഷൻ അല്ലെങ്കിൽ ആനിമോഫിലി. അതായത് ഫെർട്ടിലൈസേഷൻ ഞാൻ ഇവിടെ എഴുതാണ്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? ഫെർട്ടിലൈസേഷനിൽ മൈക്രോസ്പോറാഞ്ചിയം ഡെഹിസൻസ് സംഭവിച്ച് ഡെഹിസ് ചെയ്ത് പോളൻ ഗ്രെയിൻസ് PG എന്ന് എഴുതാണ് വിൻഡ് പോളിനേഷൻ അഥവാ ആനിമോഫിലി വഴി ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എൻഡ് പ്രോഡക്റ്റ് എന്താ? സീഡ്.
മൈക്രോസ്പോറാഞ്ചിയം നമ്മൾ കണ്ടു. ഇനി വിൻ പോളിനേഷൻ വഴി പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ ഉണ്ട സ്ട്രക്ചർ ആയിരിക്കുമല്ലോ. ആ സ്ട്രക്ചർ എവിടെ വന്നിരിക്കും? അത് നമ്മുടെ ഫീമെയിൽ സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഫീമെയിൽ സ്ട്രക്ചർ വിത്ത് എന്താ? ആർക്കിഗോണിയം. ആർക്കിഗോണിയത്തിന്റെ ഇതാണ് ഫീമെയിൽ ഗാമിറ്റ്. എന്താ ചെയ്യുക? ഫീമെയിൽ ഗാമിറ്റിന് 2 to 8 ആർക്കിഗോണിയ ഉണ്ട്. ആൻഡ് ഇതിന്റെ നടുക്ക് എന്തുണ്ട്? എഗ് ഉണ്ട്. ആർക്കിഗോണിയം ഉണ്ട്. ഇനി ഈ പോളൻ ഗ്രെയിൻ എന്താവും? ഇവിടുന്ന് വന്ന ഈ പോളൻ ഗ്രെയിൻ പതുക്കെ എന്താവും? പോളൻ ട്യൂബ് പതുക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു പോളൻ ട്യൂബ് ഫോർമേഷൻ നടത്തും. പോളൻ ട്യൂബിന്റെ ഉള്ളിൽ 2 മെയിൽ ഗാമിറ്റ് ഉണ്ട്. ഈ 2 മെയിൽ ഗാമിറ്റ് പോയിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. പോളൻ ട്യൂബിന്റെ ഫോർമേഷൻ പറയുന്നതാണ് എന്ത്? സൈഫോണോഗാമി എന്ന് വിളിക്കുന്ന പോളൻ ട്യൂബിന്റെ ഫോർമേഷൻ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഗാമിറ്റോഫൈറ്റ് ഞാൻ പറയാണ് റീച്ചസ് ദ ഫീമെയിൽ ഗാമിറ്റ് സ്പിൻഡ്, അല്ലെങ്കിൽ വിൻ പോളിനേഷൻ വഴിയാണ് മെയിൽ ഗാമിറ്റ് എത്തുന്ന വെച്ചാൽ അത് ശരിയാണോ തെറ്റാണോ? കേട്ടാ ശരിയാന്ന് തോന്നും, പക്ഷെ അത് തെറ്റാണ്. കാരണം ഈ പോളൻ ഗ്രെയിൻ ആണ് വിൻഡ് പോളിനേഷൻ വഴി ഇവിടെ എത്തുന്നത് ഫീമെയിൽ ഗാമിറ്റിന്റെ അടുത്തേക്ക്. അത് മെയിൽ ഗാമിറ്റ് ആണോ പോളൻ ഗ്രെയിൻ? മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ്, ഗാമിറ്റ് അല്ല. അപ്പൊ മെയിൽ ഗാമിറ്റ് എങ്ങനെയാ എത്തുന്നത്? മെയിൽ ഗാമിറ്റ് ആക്ച്വലി പോളൻ ട്യൂബ് അല്ലെങ്കിൽ സൈഫോണോഗാമി വഴിയാണ് ഫീമെയിൽ ഗാമിറ്റിന്റെ അടുത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എഗിന്റെ അടുത്തേക്ക് എത്തുന്നത്. മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് വിൻഡ് പോളിനേഷൻ വഴി എത്തുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലാവും. The megaspore mother cell is differentiated from one of the cells of ന്യൂസെല്ലസിന്റെ ഒരു സെല്ലിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആൻഡ് ന്യൂസെല്ലസ് is protected by envelopes and the composite structure is called an ovule. Ovules are born on megasporophylls which may be clustered to form ന്റെ ക്ലസ്റ്ററിനെ വിളിക്കുന്നതാണ് ഫീമെയിൽ കോൺസ്. ഇനി നമ്മൾ പഠിച്ചു മിയോസിസിൽ മെഗാസ്പോർ മദർ സെല്ലിൽ 4 മെഗാസ്പോർ ഉണ്ടാക്കും. ഒന്ന് എന്ത് ചെയ്യും? വൺ ഓഫ് ദ മെഗാസ്പോർസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ മെഗാസ്പോറാഞ്ചിയം ആണ് മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കുന്നത്. ഈ മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ബേസ് 2 or more ആർക്കിഗോണിയ ഓർ ഫീമെയിൽ സെക്സ് ഓർഗൻസ്. ഇനി മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇസ് ഓൾസോ റീറ്റെയിൻഡ് വിത്തിൻ ദ മെഗാസ്പോറാഞ്ചിയം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ജസ്റ്റ് റിവൈസ് ചെയ്തു. ആൻഡ് അൺലൈക്ക് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്, in gymnosperms, the male and female gametophytes do not have an independent free living existence. മെയിലും ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ല. അത് അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് അല്ലെങ്കിൽ ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറഞ്ഞാൽ ജിംനോസ്പെർമ്സിന് മെയിലും ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനും ഇൻഡിപെൻഡന്റ് അല്ല. ആൻഡ് they remain within the sporangia retained on the sporophytes. Any the pollen grain is released from the microsporangium carried in air currents. Air current ആര് ക്യാരി ചെയ്യുന്നത്? മെയിൽ ഗാമറ്റോഫൈറ്റിനാണോ മെയിൽ ഗാമറ്റിനാണോ? നമ്മൾ കണ്ടു മെയിൽ ഗാമറ്റോഫൈറ്റ് ആയ പോളൻ ഗ്രെയിനെയാണ് എയർ കറന്റ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് അവരെന്താ ഓപ്പണിംഗ് ഓഫ് ദ ഓവ്യൂൾസ് ആയിട്ട് കോൺടാക്ട് വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കും. The pollen tube carrying the male gametes grows towards archegonia and discharge their contents. ഇനി എന്താ പറ്റുക? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു സൈഗോട്ട് ഡെവലപ്സ് ഇൻടു ആൻ എംബ്രിയോ ആൻഡ് ഓവ്യൂൾസ് ഇൻടു സീഡ്സ്. ദീസ് സീഡ്സ് ആർ നോട്ട് കവേർഡ്. അതുകൊണ്ടാണ് കവേർഡ് അല്ലാത്തതുകൊണ്ടാണ് എന്ത് വിളിച്ചു? ജിംനോസ്പെർം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ലേബിളിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സൈക്കസ് സ്പൈനസ് ജിങ്കോ. ഇനി ഈ ജിങ്കോയില് ഡ്വാർഫ് ഷൂട്ടും ലോങ് ഷൂട്ടും, അത് സ്ഥിരം ചോദിക്കുന്നതാണ് ലേബിളിങ്. ഏതാ ഡ്വാർഫ് ഏതാ ലോങ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇത് ലേബിൾ ചെയ്തിരിക്കും ഫ്രൂട്ട് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയണം ഫ്രൂട്ട് അല്ല, അത് സീഡ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം. ആൻഡ് സൈക്കസിന് ഒരു പ്രത്യേകത ഞാൻ ഇവിടെ തന്നെ എഴുതിയിടാം. സൈക്കസിന്റെ മെയിൽ ഗ്യാമിറ്റ് മോട്ടൈലാണ്. നമ്മൾ ഇതുവരെ കണ്ടു ജിംനോസ്പെർമിന് മെയിൽ ഗ്യാമിറ്റ് എങ്ങനെയാ? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് പോളൻ ഗ്രെയിനിൽ വന്ന് പോളൻ ട്യൂബിന്റെ സഹായത്തോടെ വരുന്നു. പക്ഷെ സൈക്കസിന് മാത്രം മെയിൽ ഗ്യാമിറ്റ് മോട്ടൈലാണ്. ഇതൊരു ലിവിങ് ഫോസിലൂടെയാണ്. ഈ ജിങ്കോവും ലിവിങ് ഫോസിലാണ്. ജിങ്കോന് 2 ഷൂട്ട് ഉണ്ടെന്ന് കണ്ടു, ലോങ്ങും ഡോർഫും ഉണ്ടെന്നും കണ്ടു. ഇനി വേറൊരു സാധനമുണ്ട്,
വേറെ ജിംനോസ്പം വിച്ച് ഇസ് നീറ്റം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ദേ ഹാവ് വെസൽസ് ആൻഡ് അവർക്ക് ബൈടെഗ്മിക് ഒബ്യൂൾ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു യൂണിടെഗ്മിക് ആണ് ജിംനോസ്പെർമിന്, ആൻജിയോസ്പെർമിനാണ് ബൈടെഗ്മിക്. അപ്പോ ദ ജിംനോസ്പെർം വിത്ത് ബൈടെഗ്മിക് ഒബ്യൂൾ എന്ന് വെച്ചാൽ നീറ്റം എന്ന് പറയാൻ പറ്റണം. ആൻഡ് ഇവർക്ക് ആർക്കിഗോണി ആബ്സെന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഡീവിയേഷൻ കാണുന്നുണ്ട് നിങ്ങൾ. ജിംനോസ്പെർം പതുക്കെ ഇവോൾവ് ആയി ഈ നീറ്റത്തിന് അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന ഒരു പാർഷ്യലി ഒരു ആൻജിയോസ്പെർം ആവാൻ ശ്രമിക്കുന്ന ഒരു ട്രാൻസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കൊണ്ട് ജിംനോസ്പെർം കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻജിയോസ്പെർംസ്. നമുക്ക് ജസ്റ്റ് വായിക്കാം. അൺലൈക്ക് ദ ജിംനോസ്പെർംസ് വെർ ഒബ്യൂൾസ് ആർ നേക്കഡ്, ആൻജിയോസ്പെർംസിന്റെ പ്രത്യേകത എന്താ? പോളൻ ഗ്രെയിൻസ് ആൻഡ് ഒബ്യൂൾസ് ആർ ഡെവലപ്ഡ് ഇൻ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. അതായത് അവർക്ക് ഹിഡൻ ഒന്നുമല്ല, ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അത് പുറത്ത് നല്ല ഭംഗിയുള്ള രീതിയിൽ കാണുന്നുണ്ട്, തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഹിഡൻ അല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് ഫാനറോഗാമസ് ആണ്, ക്രിപ്റ്റോഗാമസ് അല്ല. ആൻഡ് ഇൻ ആൻജിയോസ്പെർം സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ഫ്രൂട്ട്സ്. Angiosperms are an exceptionally large group of plants. ഇനി സ്മോളസ്റ്റ് ആൻജിയോസ്പെർം ഏതാ? വൂൾഫിയ. ടോളസ്റ്റ് ആൻജിയോസ്പെർം യൂക്കാലിപ്റ്റസ്. ഇതേപോലെ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു ടോളസ്റ്റ് ജിംനോസ്പെർം ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റെഡ് വുഡ് ട്രീ അല്ലെങ്കിൽ സെക്യൂയ ആയിരുന്നു ടോളസ്റ്റ് ജിംനോസ്പെർം. And they provide us with food, fodder, fuel, medicines and other products. Divided into two classes, dicotyledons and monocotyledons. രണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്, മോണോകോട്സിന്റെയും ഡൈക്കോട്സിന്റെയും. അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ആൻഡ് ഇനി എന്താ, ഞാനിപ്പോ പറഞ്ഞൊരു കാര്യത്തില് ശരി. ഇനി സമ്മറി നോക്കാം. സമ്മറി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ആൽഗിങ്ങിനെ ക്ലോറോഫിൽ ബെയറിംഗ്, താലോയിഡ്, ഓട്ടോട്രോഫിക്, അക്വാട്ടിക്, ലാർജ്ലി അക്വാട്ടിക് എന്നറിയാം. ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ 3 കണ്ടു. നമ്മൾ 3 സാധനങ്ങൾ കണ്ടു, അതിനെ കുറിച്ച് പഠിച്ചു. Bryophytes are plants which can live but are dependent on water for sexual reproduction. And അടുത്തെന്താ? They possess root-like, leaf-like, stem-like structures. And bryophytes are divided into ഏതൊക്കെ? liverworts and mosses. ഇതിലേതിലെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉള്ളത്, ഇലാബറേറ്റ് ആയിട്ടുള്ളത് മോസസിലാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് മെയിൻ പ്ലാന്റ് ബോഡി എങ്ങനെയാ? ഗാമറ്റോഫൈറ്റ് ആണ്, സ്പോറോഫൈറ്റ് ആണ്? നമുക്കറിയാം ഗാമറ്റോഫൈറ്റ് ആണ്. ഇറ്റ് ബെയർസ് മെയിൽ സെക്സ് ഓർഗൻസ് അറിയാം, ഫീമെയിൽ സെക്സ് ഓർഗൻസ് അറിയാം. സൈഗോട്ട് ഉണ്ടായി ആൻഡ് മൾട്ടിസെല്ലുലർ ബോഡി കോൾ സ്പോറോഫൈറ്റ് ഉണ്ടായി. അത് സ്പോർസ് ഉണ്ടാക്കി ജെർമിനേറ്റ് ചെയ്തത് പിന്നെയും ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ആൻഡ് ടെറിഡോഫൈറ്റ്സ് തൊട്ട് മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് അല്ല, സ്പോറോഫൈറ്റ് ആണെന്ന് കണ്ടു. അവർക്ക് ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീവ്സ് ഇത്രയൊക്കെ ഉണ്ട്. അവർ വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. പിന്നെ ഫേസ്റ്റ് ട്രക്കിയോഫൈറ്റ്സ് അല്ലെങ്കിൽ ഫേസ്റ്റ് വാസ്കുലറൈസ്ഡ് പ്ലാന്റ്സ് ആണ് അവരെന്ന് കണ്ടു. ഫേസ്റ്റ് വാസ്കുലറൈസ്ഡ് പ്ലാന്റ്സ് മാത്രമല്ല, വാസ്കുലർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം കൂടിയാണ് അവരെന്ന് കണ്ടു. ഇനി സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ഇനി ഗാമറ്റോഫൈറ്റിൽ ആന്ത്രൈഡി, ആർക്കിഗോണി ഉണ്ടായി. അവർക്കും വാട്ടർ ഇസ് റിക്വയർഡ്. അതുകൊണ്ടാണ് അവർ വാസ്കുലർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നത്. വെറും ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേ പറയാവൂ, ബ്രയോഫൈറ്റ്സ് ആണ്. കാരണം പ്രോപ്പർ സെന്റൻസ് NCERT കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടു. ജിംനോസ്പെർംസ് എന്താ? അവരുടെ ഓവ്യൂള് നേക്കഡ് ആണെന്ന് കണ്ടു. അവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ കണ്ടു. ആൻജിയോസ്പെർംസ്, ഡൈക്കോട്സ്, മോണോകോട്സ് എന്നൊക്കെ പഠിച്ചു. ആൻജിയോസ്പെർംസിനെ കുറിച്ച് കൂടുതൽ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എക്സസൈസ് കാണാം. എക്സസൈസ് ഡിസ്കസ് ചെയ്ത് ഞാൻ ഒരു 60 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരുന്നു. ആ 60 ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് സമയം ഉണ്ടാവില്ല. ജസ്റ്റ് ഞാൻ അതിന്റെ ആൻസറും സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ടോ മറ്റോ അങ്ങനെ നോക്കാം. ഞാനിത് പതുക്കെ സ്ക്രോൾ ചെയ്ത് വിടാം. ഇത് ഫസ്റ്റ് 9 ക്വസ്റ്റ്യൻസ് ഇതിൽ കവേർഡായി. നിങ്ങൾ ഈ ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത് NCERT കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്യുക. ലാസ്റ്റ് ഞാൻ ഇതിന്റെ ആൻസറും കാണിക്കും. അപ്പൊ ആൻസർ പോസ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. 9 to 18 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇത് പോസ് ചെയ്ത് നോക്കുക. ഇനി 18 to 28 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അത് പോസ് ചെയ്ത് നോക്കുക. 29 to 39 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. പോസ് ചെയ്ത് നോക്കുക. 39 to 48 ക്വസ്റ്റ്യൻസ്, 57 വരെ ഇവിടെ പോസ് ചെയ്ത് നിങ്ങൾ ആൻസർ ഫില്ല് ചെയ്യുക. 60 വരെ. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇത് പോസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന പ്രോബബിൾ ആൻസേഴ്സ് എഴുതാം. ആൻഡ് ആൻസേഴ്സ് ഇത്രയാണ്.
1 to 18 ആൻസേഴ്സ് ഈ പേജ് പോസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. 18 to 35, 35 to 51, 51 to 60. കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ ആണ്. നമുക്കറിയാം 3 ക്ലാസ്സസ് ആണ്, ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ആൻഡ് ഡിവിഷൻസ് ബേസ്ഡ് ഓൺ വാട്ട്? നമുക്കറിയാം, നമ്മൾ ആ ടേബിൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്ലീൻ ആയിട്ടും. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് വെച്ചും, സ്റ്റോർഡ് ഫുഡ് ഏതാന്ന് വെച്ചും, സെൽ വാൾ കോമ്പോസിഷൻ എങ്ങനെയാ, ഫ്ലജല്ല എത്ര ഉണ്ട്, ആൻഡ് അതിന്റെ പൊസിഷൻ, ഇത്രയും കാര്യങ്ങൾ വെച്ച്. ഇനി അതിന്റെ എലാബറേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് NCERT നോക്കിയാൽ ഈ സെയിം ആൻസർ കിട്ടും, കാരണം അതിലൊരു ക്ലിയർലി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, when and where does reduction division take place in the life cycle of a liverwort, moss, fern, gymnosperm and an angiosperm? liverwortൽ എങ്ങനെയാ? liverwortൽ നമുക്കറിയാം മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണ്. അതിലെങ്ങനെയാ 2 ഗാമറ്റ്സും ഉണ്ട്. ഈ ഗാമറ്റ്സ് രണ്ടും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. ആൻഡ് സൈഗോട്ട് എങ്ങനെയാ? ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി തന്നെ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. ആൻഡ് ഈ സ്പോറോഫൈറ്റ് ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഫുഡ് സീറ്റ ക്യാപ്സ്യൂളിന്റെ സ്പോറോഫൈറ്റിലെ ഈ 3 ഡിഫറൻസിയേഷൻ ആണ് ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാന്ന് വെച്ചാൽ നമ്മൾ പറയണം ക്യാപ്സ്യൂൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ക്യാപ്സ്യൂൾ ആണ് സ്പോർ ഫോം ചെയ്യുന്ന യൂണിറ്റ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ? ക്യാപ്സ്യൂൾ. ഇനി എന്താ ക്യാപ്സ്യൂൾ എങ്ങനെയാ? മെനി ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് റിസൾട്ട് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ. ഇങ്ങനെയാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. ഇവിടെയൊക്കെയാണ് നടക്കുന്നത് ലിവർവേർഡിന്റെ ഭാഗം. ഇനി മോസസിൽ എങ്ങനെയാ? പ്രൈമറി പ്രോട്ടോണീമ വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഡെവലപ്സ് ഇൻ ടു സെക്കൻഡറി പ്രോട്ടോണീമ. ഈ 2 സ്റ്റേജും ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിക് ആണ്. ആൻഡ് ഈ സെക്കൻഡറി പ്രോട്ടോണീമയിലാണ് ഇതിന്റെ സെക്സ് ഓർഗൻസ് ഉള്ളത്. അവിടുന്ന് ഗാമിറ്റ് ഉണ്ടായി, ഗാമിറ്റ് സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ട് സ്പോറോഫൈറ്റ് ആവുന്നു. ആൻഡ് മെനി സ്പോർസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ. അത് എവിടെയാണ് നടക്കുന്നത്? ക്യാപ്സ്യൂൾ ഓഫ് ദി സ്പോറോഫൈറ്റ്. അപ്പൊ നമ്മൾ മോസസിന്റെ കണ്ടു. ഇനി ഫേണിൽ എങ്ങനെയാ? മെയിൻ പ്ലാന്റ് ബോഡി ഇതുവരെ കണ്ടതിൽ ഓപ്പോസിറ്റ് ആയിട്ട് സ്പോറോഫൈറ്റിക് ആണ്. അതിന്റെ ലീഫിന് നമ്മൾ സ്പോറോഫിൽ എന്ന് വിളിച്ചു. ഈ സ്പോറോഫിൽ എന്തുണ്ട്? സ്പോറോഫില്ല് സ്പൊറാൻജിയ ഉണ്ട്. ആൻഡ് റിഡക്ഷൻ ഡിവിഷൻ എവിടെയാ നടക്കുക? സ്പൊറാൻജിയയിൽ നടക്കുക. ഈ സ്പൊറാൻജിയന്ന് സ്പോർസ് ഉണ്ടാവുന്നു. ഫേൺ കണ്ടു. ഇനി ജിംനോസ്പേം എങ്ങനെയാ? ഇതേപോലെ തന്നെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് ആണ്. അതിൽ 2 ലീഫ് ഉണ്ട്, മെഗാ സ്പോറോഫിൽ, മൈക്രോ സ്പോറോഫിൽ. ഈ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന എവിടെയാ? മൈക്രോ സ്പൊറാൻജിയയിലാണ്. ആൻഡ് മൈക്രോ സ്പോറോഫിൽസ് എന്താക്കും? പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. ആൻഡ് ഫെർട്ടിലൈസേഷൻ വഴി മെഗാ സ്പൊറാൻജിയയിൽ ഫീമെയിൽ ഗാമറ്റോയിട്ട് ഫ്യൂസ് ചെയ്യും. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ആൻജിയോസ്പേംസിൽ എങ്ങനെയാ? മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് ആണ്. ആൻഡ് മെയിൽ സെക്സ് ഓർഗൻ എങ്ങനെയാ? ഫ്ലവറിലെ സ്റ്റേമൻ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ പിസ്റ്റിലാണ്. ആൻഡ് റിഡക്ഷൻ ഡിവിഷൻ എവിടെയാണ് നടക്കുന്നത്? സ്റ്റേമന്റെ ആന്തർ എന്ന് പറഞ്ഞ സ്ട്രക്ചറിലാണ് ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ഓവറി ഉണ്ടാവുന്ന എവിടെയാ? ഫ്ലവറിന്റെ പിസ്റ്റിൽ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 3 groups of plants that bear archegonia. Briefly describe the life cycle of any of them. ആർക്കിഗോണിയ എന്താ? ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ that produces female gametophyte. It is present in the life cycles of ഏതൊക്കെ? ആർക്കിഗോണിയേറ്റ്സ്. ആർക്കിഗോണിയേറ്റ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് ആർക്കിഗോണിയേറ്റ്സ് ആരെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ബ്രയോഫൈറ്റ് ആണ്. ഇനി ആർക്കിഗോണിയേറ്റ്സ് മൊത്തത്തിൽ എത്ര എന്ന് വെച്ചാൽ 3 ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം. ഈ 3 ആർക്കിഗോണിയ ഉള്ളത്. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് ഫേൺ, അതായത് ഡ്രയോപ്റ്ററസിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ലൈഫ് സൈക്കിൾ വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിടാം. നമ്മൾ ഓൾറെഡി ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇനി വാട്ട് ഇസ് ഹെട്രോസ്പോറി? 2 kinds of spores on the same plant. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? എക്സാമ്പിൾസ് എന്താ? ഹെട്രോസ്പോറിൽ മൈക്രോസ്പോർ ഉണ്ട്, മെഗാസ്പോർ ഉണ്ട്. മൈക്രോസ്പോർ എന്തുണ്ടാക്കും? ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാക്കും. മെഗാസ്പോർ എന്തുണ്ടാക്കും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാക്കും. മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ത് റിലീസ് ചെയ്യും? മെയിൽ ഗാമറ്റ്സ്. അവര് എന്തിൽ റീച്ച് ചെയ്യും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് റീച്ച് ചെയ്ത് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. This retention and germination of the megaspore within the megasporangium ensures proper development of the zygote. ഇനി സൈഗോട്ട് ആണ് ഫ്യൂച്ചർ സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. എവല്യൂഷൻ ഓഫ് സീഡ് ഹാബിറ്റ് ഇസ് റിലേറ്റഡ് ടു ദി എന്താ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു. സീഡ് ഹാബിറ്റിന്റെ റീടെൻഷൻ ഓഫ് മെഗാസ്പോർ ആണ് ഏറ്റവും തെളിവ്. കാരണം എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. Heterospore is thus considered as an important step in evolution as it is a precursor to the seed habit. Heterospore evolved first in pteridophytes like Selaginella salvinia. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞതാണ്.
ഇനി ടേമിന് എക്സ്പ്ലെയിൻ ചെയ്യണം വന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് കാര്യം തന്നെ NCERT സെയിം സെന്റൻസസ് തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രോട്ടോണിയം എന്താ, ആന്ത്രീഡിയം എന്താ, ആർക്കിഗോണി എന്താ, ഡിപ്ലോണ്ടിക് എന്താ, ഐസോഗാമി എന്താ, സ്പോറോഫിൽ എന്താ, ജസ്റ്റ് വായിച്ചു നോക്കുക. ഫാക്ട്സ് ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതും കൂടിയാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ, ഇത് ഇന്നലെ ഡിസ്കസ് ചെയ്താണ് രണ്ടും. അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇനി ലിവർ വേർഡ്സ് മോസസ്, ഇതും ഇന്നലെ ഡിസ്കസ് ചെയ്താണ്, വായിച്ചു നോക്കാം. ഹോമോസ്പോറസ് ഹെറ്ററോസ്പോറസ് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്താണ്, അതും കൂടെ വായിച്ചു നോക്കാം. ഇനി സിൻഗാമി ട്രിപ്പിൾ ഫ്യൂഷൻ, അത് ആൻജിയോസ്പേംസിൽ വരുന്നതാണ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമറ്റ് വിത്ത് ദ എഗ് ഇൻ ആൻജിയോസ്പേം. അതിനെ സിൻഗാമി അല്ലെങ്കിൽ നോർമൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ട്രിപ്പിൾ ഫ്യൂഷൻ എന്താ, ഈ ഒരു രണ്ട് മെയിൽ ഗാമിറ്റ്സ് ആണ് ആൻജിയോസ്പേംസ് റിലീസ് ചെയ്യുക. അതിൽ ഒന്ന് പോയി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, മറ്റേത് പോയി എന്ത് ചെയ്യും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസിലേക്ക് ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനം 3N ആണ്. അതിന്റെ പ്ലോയിഡി ട്രിപ്ലോയിഡ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കാരണം മൂന്ന് സ്ട്രക്ചേഴ്സ് കൂടിച്ചേരാണ്. എന്തൊക്കെ, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസും ഒരു മെയിൽ ഗാമറ്റും. അതിന്റെ പ്ലോയിഡ് വെച്ചാണ് ട്രിപ്പിൾ ഫ്യൂഷൻ, സ്ട്രക്ചറിന്റെ എണ്ണം വെച്ച് അല്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ സ്ലിപ്പ് ഓഫ് ടങ് ആണ്. എന്താ, മെയിൽ ഗാമറ്റ് N ആയിരുന്നു, ആ N ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് വന്നപ്പോ 3N എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടായി. അതായത് എൻഡോസ്പേം ആണ് 3N. അപ്പൊ ആൻജിയോസ്പേംസ് എൻഡോസ്പേമിന്റെ പ്ലോയിഡ് 3N. ജിംനോസ്പേമിൽ എൻഡോസ്പേം ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് ഹാപ്ലോയിഡ് ആണ്. കാരണം ന്യൂക്ലിയസ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ജസ്റ്റ് കഴിഞ്ഞുണ്ടാവുന്നതാണ് എന്ത്, എൻഡോസ്പേം. അപ്പൊ അത്രയും കഴിഞ്ഞു. ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മോണോകോട്സ് ആൻഡ് ഡൈകോട്സ്? ഇത് വേറെ ചാപ്റ്ററിൽ, പ്ലാന്റ്സിന്റെ ചാപ്റ്ററിൽ ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ റൂട്ട്സ്, വീനേഷൻ, ഫ്ലവേഴ്സ്, പിന്നെ അതിന്റെ വാസ്കുലർ ബണ്ടിൽസ് എത്ര ഉണ്ട്, KMBM ലീവ്സ്, ഇതൊക്കെ അനാറ്റമി ഓഫ് പ്ലാന്റ്സ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നതാണ്. ജസ്റ്റ് ഈ ചാപ്റ്ററിൽ വന്നപ്പോൾ ജസ്റ്റ് ആ ടേബിൾ ഡിസ്കസ് ചെയ്താണ്. ഇനി ഇത് മാച്ച് ചെയ്യാം. ക്ലാമിഡോമോണസ് ഏതാ, നമുക്കറിയാം. ക്ലാമിഡോമോണസ് ആൽഗയാണ്. സൈക്കസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തോളൂ. സൈക്കസ് ജിംനോസ്പേം ആണ്. സെലാജിനൽ ഏതാ, ടെറിഡോഫൈറ്റ്. സ്ഫാഗ്നം അല്ലെങ്കിൽ പീറ്റ് മോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതെന്താ, അത് മോസ് ആണ്. സ്ഫാഗ്നത്തിന് വേറെ പേരെന്താ, പീറ്റ് മോസ്. അപ്പൊ അത് മോസ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജിംനോസ്പേം, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ജിംനോസ്പേംസ് എന്താ, ദ ടേം ജിംനോസ്പേം എന്താ, നേക്കഡ് സീഡ്, അതായത് ജിംനോസ് നേക്കഡ് സ്പെർമ സീഡ്സ്. അപ്പൊ സീഡ്സ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഫ്രൂട്ട്സ്, അത് ഒന്നാമത്തത്. ഇനി ജയന്റ് സെക്യൂനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവർ മീഡിയം ടു ടോൾ ട്രീസ് ആൻഡ് ഷോപ്സ് ആയിട്ട് കാണാം. അവരുടെ റൂട്ട്സ് എന്തെന്ന് പഠിച്ചു, ടാപ്പ് റൂട്ട് ആണെന്ന് പഠിച്ചു. സൈക്കസിൽ എങ്ങനെയാന്ന് പഠിച്ചു, കോറുലോയിഡ് ആണെന്ന് പഠിച്ചു. പൈനസ് കാണുന്ന ടൈപ്പ് എന്താ, മൈക്കോറൈസിയാണ് പൈനസ് കാണുന്നത്. കാരണം അവരുടെ ഫംഗൽ അസോസിയേഷൻ കാണാം റൂട്ട്സുമായിട്ട്. അപ്പൊ അതിനെ മൈക്കോറൈസ് ആണെന്ന് വിളിച്ചു. ഇനി അനബീനയായിട്ട് സൈക്കസിനാണ് റിലേഷൻ. അനബീന എന്താ, നൈട്രജൻ ഫിക്സിംഗ് ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ്. ആൻഡ് സ്റ്റെം എങ്ങനെയാന്ന് കണ്ടു, അൺബ്രാഞ്ച്ഡ് ആവാം, ബ്രാഞ്ച്ഡ് ആവാം. ബ്രാഞ്ച്ഡ് ഇൻ പൈനസ് ആൻഡ് സെൻട്രസ്, അൺബ്രാഞ്ച്ഡ് ഇൻ സൈക്കസ്. ലീവ്സ് എങ്ങനെയാന്ന് ഞാൻ ഒക്കെ 1 by 1 ഡിസ്കസ് ചെയ്ത് സൈഡിൽ എഴുതിയും വെച്ചതാണ്. സിമ്പിൾ ഇൻ പൈനസ്, കമ്പൗണ്ട് അല്ലെങ്കിൽ പിന്നിറ്റ്ലി കമ്പൗണ്ട് ഇൻ സൈക്കസ്. ഇനി വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നീഡിൽ, ലൈക്ക് ക്യൂട്ടിക്കിൾ, സൺകൻ സ്റ്റൊമേറ്റ. ഇനി അവരുടെ സ്പോർ എങ്ങനെ, ഹെട്രോസ്പോറസ്, മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ഫ്ലവേഴ്സ് ഇല്ല, ഫ്ലവേഴ്സ് ഉള്ളതാകെ ആൻജിയോസ്പേംസ് മാത്രമേ ഉള്ളൂ. മൈക്രോസ്പോറോഫിൽസ് ആൻഡ് മെഗാസ്പോറോഫിൽസ് ആർ അറേഞ്ച്ഡ് ടു ഫോം വാട്ട് ആൻഡ് വാട്ട്, അതും നമ്മൾ കണ്ടു. പോളിനേഷൻ വിൻഡിന്റെ സഹായത്തോടെ. പിന്നെ മെയിൽ ഗാമിറ്റ്സ് പോളൻ ഗ്രൈന്റെ സഹായത്തോടു കൂടി ഫീമെയിൽ ഗാമിറ്റിന്റെ അടുത്ത് എത്തുന്നു, അവർ ഫ്യൂസ് ചെയ്യുന്നു. ഇനി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്സ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ സ്പോറോഫൈറ്റ്, അതായത് ഇൻഡിപെൻഡന്റ് അല്ല. സീഡ് കണ്ടെയ്ൻസ് വാട്ട്, ഹാപ്ലോയിഡ് എൻഡോസ്പേംസ് ആൻഡ് റിമെയിൻ അൺകവേർഡ്. എൻഡോസ്പേം എങ്ങനെയാ, ജിംനോസ്പേമിന്റെ ഹാപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് ഏതിന്റെ കേസിലാണ് വരുന്നത്, എൻഡോസ്പേം ആൻജിയോസ്പേമിന്റെ കേസിലാണ്. അപ്പൊ ആ ക്വസ്റ്റ്യനും ഒന്ന് നോക്കുക. പോസ് ചെയ്ത് നോട്ട് ചെയ്യോ, വായിക്കോ, പഠിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇനി എനിക്ക് ചെറിയൊരു കാര്യം പറയാം. എൻ്റെ ഒരു ടോപ്പിക് അത് ആക്ച്വലി ഇതിന്റെ ബുക്കിൽ വന്നിട്ടില്ലായിരുന്നു. എന്താന്ന് വെച്ചാല് ലൈഫ് സൈക്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി ഒന്ന് പറഞ്ഞോട്ടെ. ലൈഫ് സൈക്കിൾ 3 തരം. ലാസ്റ്റ് ടോപ്പിക്കാണ്, ഒരു 5 minutes പോലും എടുക്കില്ല. 1 ഹാപ്ലോണ്ടിക്, 2 ഡിപ്ലോണ്ടിക്, 3 ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ഹാപ്ലോണ്ടിക് എന്ന് വെച്ചാൽ ഞാൻ ഈസിലി പറഞ്ഞുതരാം. ഹാപ്ലോണ്ടിക് എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ മേജർ പാർട്ട് ഹാപ്ലോയിഡ് സ്റ്റേജിലായിരിക്കും. മേജർ പാർട്ട് ഹാപ്ലോയിഡും ചെറിയൊരു പാർട്ട് മാത്രം 2N അതായത് ഡിപ്ലോയിഡിൽ കാണാൻ പറ്റും. അത് കാണുന്നത് ഏതില്ല, ആൽഗയിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്.
ഇനി ഹാപ്ലോ ഡിപ്ലോണ്ടിക് കാണുന്നത് ഇതിലാ. ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് വെച്ചാല് ഇതില് എന്നും 2n എൻ ഇത്രയാണെങ്കിൽ 2n എത്ര തന്നെയാവും? 2n അതായത് ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ. ഈ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഉദ്ദേശിക്കുന്നത് ഹാപ്ലോയിഡ് നമുക്കറിയാം, ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റ് അത് റെസ്പെക്റ്റീവ്ലി അറിഞ്ഞിരിക്കണം. അപ്പൊ അതെന്താ, ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഓൾമോസ്റ്റ് സെയിം ആയാലും ഹാപ്ലോ ഡിപ്ലോണ്ടിക്. അതിന്റെ എക്സാമ്പിൾ കണ്ടു, എന്തൊക്കെ? ബ്രയോഫൈറ്റിൽ എങ്ങനെയാ? ഹാപ്ലോയിഡ് ആണ് ഡോമിനന്റ്. അത് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് അടുത്ത എക്സാമ്പിൾ എന്താ? അടുത്ത എക്സാമ്പിൾ ടെറിഡോഫൈറ്റിൽ എങ്ങനെയാ? അതിൽ 2n അഥവാ ഡിപ്ലോണ്ടിക് പാർട്ടാണ്. ഡിപ്ലോണ്ടിക് അല്ല, ഡിപ്ലോയിഡ്. 2n ആയതാ സ്പോറോഫൈറ്റ് ആണ്. അതിൽ സ്പോറോഫൈറ്റ് ആണ് ഡോമിനന്റ്. പക്ഷെ എന്റെ ലൈഫ് സൈക്കിൾ ഓൾമോസ്റ്റ് ഹാഫ് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ആണ്. ഇനി ഡിപ്ലോണ്ടിക് എങ്ങനെയാ? ഡിപ്ലോണ്ടിക്കില് പേര് പോലെ തന്നെ 2n ആയിരിക്കും പ്രൈമറിലി കാണുക, കുറച്ച് മാത്രം n. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ അറിയാം, ജിംനോസ്പെർമും ആൻജിയോസ്പെർമും. ഇനി ഇത്രയും ഡിപ്ലോണ്ടിക്കില് ജിംനോസ്പെർമും ആൻജിയോസ്പെർമും എന്ന് പറഞ്ഞു. ഇനി കുറച്ച് എക്സെപ്ഷൻസും കൂടി നമുക്ക് നോക്കണം. ഈ എക്സെപ്ഷൻസ് എന്താ? എക്സെപ്ഷൻസ് എക്ടോകാർപ്പസ്, കെൽപ്സ്, ഈ രണ്ടും എന്താ ബ്രൗൺ ആൽഗയാന്ന് നമുക്കറിയാം. പക്ഷേ ഇവ രണ്ടും എന്താ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ആൽഗെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഹാപ്ലോണ്ടിക് ആണ്, പക്ഷെ ഈ രണ്ട് ബ്രൗൺ ആൽഗെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഇനി റെഡ് ആൽഗയിൽ വരുന്ന ഒരു പോളിസിഫോണിയ വിച്ച് ഇസ് എ റെഡ് ആൽഗെ, അതും എങ്ങനെയാ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ആൻഡ് ലാസ്റ്റ് ഫ്യൂക്കസ് വിച്ച് ഇസ് എ ബ്രൗൺ ആൽഗെ, അതിന് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യം, ഈ ലൈഫ് സൈക്കിൾസും അതിന്റെ എക്സാമ്പിൾസും നമ്മൾ നോക്കി വെക്കാം. അപ്പൊ ഇത്രയും കൊണ്ട് ചാപ്റ്റർ ഹാസ് കം ടു എൻ എൻഡ്. നമ്മൾ NCERT സൊല്യൂഷൻ, പിന്നെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ പറഞ്ഞിരുന്നു, പോസ് ചെയ്ത് ആൻസർ ഫില്ല് ചെയ്ത് നമ്മൾ റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് സമ്മറി കണ്ടു, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിന് 2-3 ക്വസ്റ്റ്യൻ വരും, കുറെ ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് പിന്നെയും ഒരു 5-6 പ്രാവശ്യം റിവൈസ് ചെയ്താലേ ഈ ചാപ്റ്റർ ആക്ച്വലി തലയിൽ നിൽക്കുള്ളൂ. ആൻഡ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചത്. ഇനി ഞാനൊരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എൻഡ് ചെയ്യാണ്, ഒരു ഫുഡ് ഫോർ തോട്ട് പോലെ ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ആദ്യത്തെ നോൺ എംബ്രിയോഫൈറ്റും നോൺ വാസ്കുലറും ആയിട്ടുള്ള സാധനം ഏതായിരുന്നു? ഏതാണ് നോൺ എംബ്രിയോഫൈറ്റ്? അതായത് എംബ്രിയോഫൈറ്റ് ഇല്ല. നോൺ എംബ്രിയോഫൈറ്റും നോൺ വാസ്കുലറും ഏതാണ്? നമുക്കറിയാം, നോൺ വാസ്കുലർ ആൽഗെ, ബ്രയോഫൈറ്റ്, ഇത്രയേ ഉള്ളൂ. നോൺ എംബ്രിയോഫൈറ്റ് ഏതാ? ബ്രയോഫൈറ്റ് എംബ്രിയോഫൈറ്റ് ആണ്. അപ്പൊ എങ്ങനെയാ? എംബ്രിയോഫൈറ്റിന്റെ പേരിൽ തന്നെ ഉണ്ട് ബ്രയോഫൈറ്റ്. അപ്പൊ എന്താ? നോൺ എംബ്രിയോഫൈറ്റ് നോൺ വാസ്കുലർ വെച്ച ആൻസർ എന്തായി? ആൽഗെ ആയി. ഇനി ഞാൻ ചോദിക്കാണ്, എംബ്രിയോഫൈറ്റ് തുടങ്ങുന്ന എവിടെ തൊട്ടാ നമുക്കറിയാം? ബ്രയോഫൈറ്റ് തൊട്ട്. എംബ്രിയോഫൈറ്റ് പ്ലസ് എ ട്രക്കിയോഫൈറ്റ് എന്ന് വെച്ചാൽ വാസ്കുലർ ടിഷ്യൂ ഉള്ളത്. അപ്പൊ എംബ്രിയോഫൈറ്റ് പ്ലസ് എ ട്രക്കിയോഫൈറ്റ് രണ്ടിലും വരുന്ന ഏതാ? നമുക്കറിയാം ബ്രയോഫൈറ്റ് ആണ്. കാരണം ടെറിഡോഫൈറ്റ് തൊട്ട് ട്രക്കിയോഫൈറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ബ്രയോഫൈറ്റ്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ, സ്പെർമറ്റോഫൈറ്റ് എന്താ? നമുക്കറിയാം സീഡ് ബെയറിംഗ്. സ്പെർമ എന്ന് വെച്ചാൽ സീഡ്, സ്പെർമറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ സീഡ് ഉള്ള എന്തൊക്കെയാ? ജിംനോസ്പെർമ, ആൻജിയോസ്പെർമ ആണെന്നറിയാം. സ്പെർമറ്റോഫൈറ്റും ആയിരിക്കണം, വാസ്കുലറും ആയിരിക്കണം, ആർക്കിഗോണിയേറ്റും ആയിരിക്കണം. അപ്പൊ നമുക്ക് ഏതാ? സ്പെർമറ്റോഫൈറ്റ്, ജിംനോസ്പെർം, ആൻജിയോസ്പെർം. വാസ്കുലർ ടെറിഡോഫൈറ്റ്, ആൻജിയോസ്പെർം, ജിംനോസ്പെർം ആണെന്നറിയാം. ആർക്കിഗോണിയേറ്റ് എന്ന് പറഞ്ഞപ്പോ അത് ഏതാ? അപ്പൊ 3 കോമൺ ആയിട്ട് വരുന്നത് ഏതാ? അതിന്റെ ആൻസർ വരുന്നത് ജിംനോസ്പെർം. കാരണം ആൻജിയോസ്പെർമിന് ആർക്കിഗോണിയം ഇല്ല. ആൻഡ് സ്പെർമറ്റോഫൈറ്റ്സ് ഏതൊക്കെ? ജിംനോസ്പെർംസും ആൻജിയോസ്പെർംസും മാത്രമേ ഉള്ളൂ. 3 കോമൺ ജിംനോസ്പെർം. ഇനി ക്രിപ്റ്റോഗാം വിച്ച് ഇസ് വാസ്കുലർ എന്ന് വെച്ചാൽ എന്താ? ക്രിപ്റ്റോഗാം ഏതൊക്കെയാ നമുക്കറിയാം? എന്തൊക്കെയാ? ഹിഡൻ സീഡ്സ് ഉള്ളവരാ. ക്രിപ്റ്റോഗാംസിൽ വരുന്ന ഏതൊക്കെയാ? ഹിഡൻ എന്താ? വാസ്കുലറിന് കൂടി വന്നുകൊണ്ട് നമുക്ക് ആൻസർ എന്തായി? ടെറിഡോഫൈറ്റ്. വാസ്കുലർ, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം, ആൻജിയോസ്പെർം ഒക്കെ ഉണ്ട്. പക്ഷെ ക്രിപ്റ്റോഗാം എന്ന് പറയുന്നത് ആകെ ടെറിഡോഫൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ
ഈ ഒരു 5 ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്റർ ആക്ച്വലി തറോ ആയി മനസ്സിലായെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആക്ച്വലി നമുക്കറിയാം ആദ്യം ഒരു ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും, പിന്നെ അത് ഗാമിറ്റ്സ് ഉണ്ടാക്കും, ഗാമിറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും, ബൈ മൈറ്റോസിസ് സ്പോറോഫൈറ്റ് ഉണ്ടാവും, സ്പോറോഫൈറ്റ് പതുക്കെ മിയോസിസ് ചെയ്ത് സ്പോർ ഉണ്ടാവും, ജെർമിനേറ്റ് ചെയ്ത് അഗൈൻ ഗാമിറ്റോഫൈറ്റ്. ഈ സൈക്കിളിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുക. ഇനി ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ചാപ്റ്റർ എൻഡ് ആണ്. നല്ലോണം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. സമയം വേസ്റ്റ് ചെയ്യാണ്ട് നല്ലോണം പഠിക്കുക. പിന്നെ റിവൈസ് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ ഐ ആം എൻഡിങ് ദ ക്ലാസ്. ഹാപ്പി സ്റ്റഡിങ്. താങ്ക് യു.